ഇസ്ലാം തന്നെ വേണമെന്നുണ്ടോ, അതിൽ ഏതെങ്കിലും മതമായാൽ മതിയോ? ഇതാണ് എൻ്റെ ചോദ്യം. ഖുർആൻ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഇസ്ലാം തന്നെ വേണമെന്നുണ്ടോ, അതിൽ ഏതെങ്കിലും മതമായാൽ മതിയോ? ഇതാണ് എൻ്റെ ചോദ്യം. ഖുർആൻ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏത് മതമായാലും പ്രശ്നമല്ല എന്നാണ്. അത് ഞാൻ വായിച്ചു തരാം. സൂറത്ത് അൽ ബഖറയിലെ 62-ാമത്തെ ആയത്ത്. എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് തന്നെ ആളുകളെ കൺവേർട്ട് ചെയ്ത് കൂട്ടണമെന്ന് ഈ ആയത്ത് കൊണ്ട് വ്യക്തമാക്കി തരുക. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 83-ാമത്തെ വചനം. ആകാശഭൂമികളിലുള്ള മുഴുവൻ മുസ്ലിങ്ങളാണ്. ചന്ദ്രൻ മുസ്ലിമാണ്, സൂര്യൻ മുസ്ലിമാണ്. ഇസ്ലാം തന്നെ വേണമെന്നുണ്ടോ, അതിൽ ഏതെങ്കിലും മതമായാൽ മതിയോ? ഇതാണ് എൻ്റെ ചോദ്യം. ഖുർആൻ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏത് മതമായാലും പ്രശ്നമല്ല എന്നാണ്. അത് ഞാൻ വായിച്ചു തരാം. സൂറത്ത് അൽ ബഖറയിലെ 62-ാമത്തെ ആയത്ത്. എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് തന്നെ ആളുകളെ കൺവേർട്ട് ചെയ്ത് കൂട്ടണമെന്ന് ഈ ആയത്ത് കൊണ്ട് വ്യക്തമാക്കി തരുക. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 83-ാമത്തെ വചനം. ആകാശഭൂമികളിലുള്ള മുഴുവൻ മുസ്ലിങ്ങളാണ്. ചന്ദ്രൻ മുസ്ലിമാണ്, സൂര്യൻ മുസ്ലിമാണ്, ഭൂമി മുസ്ലിമാണ്. എന്താ കാരണം? അവയെല്ലാം നിർബന്ധിതമായി പടച്ചവന്റെ നിയമങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ആർക്കും എന്തും എങ്ങനെയും ജീവിക്കാമെന്നല്ല, എവിടെ നോക്കിയും ജീവിക്കാമെന്നല്ല, മറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. പടച്ചവന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്ന ആദർശം ഇസ്ലാമാണ്. ഖുർആനിലെ 3-ാമത്തെ അധ്യായം 39-ാമത്തെ വചനം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ കാര്യം മുസ്ലിങ്ങൾ മാത്രമല്ല, ഏത് മതക്കാരനായാലും ദൈവത്തിൽ വിശ്വസിക്കണം, അന്ത്യദിനത്തിൽ വിശ്വസിക്കണം, നല്ല കർമ്മങ്ങൾ ചെയ്യണം. നല്ല കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യാഖ്യാനിക്കുക മാത്രം മനകർമ്മങ്ങളാണെന്നാണോ? അതല്ലാതെ ശരി. അള്ളാഹ് പറഞ്ഞത് എന്താണ്? മറുപടി കിട്ടാത്ത മാത്രമല്ല, ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടെന്ന് ആക്കി തീർക്കുകയും ചെയ്തു. മതം വേണോ മനുഷ്യന്? അതാണ് വിഷയം. അക്ബർ സാഹിബിൻ്റെ ഒരു വീഡിയോ നമ്മളെപ്പോൾ ഒന്ന് ഡൗൺ ആവുന്നു, അല്ലെങ്കിൽ നമ്മളൊന്ന് അസുഖബാധിതനാവുന്നു, അപ്പോൾ എന്നെ ഉഷാറാക്കാൻ വേണ്ടി അക്ബർ സാഹിബ് കൃത്യസമയത്ത് അവതരിക്കും. ഇത്തവണ അക്ബർ സാഹിബിൻ്റെ വരവിൽ ചില പ്രത്യേകതകളുണ്ട്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അബ്ദുള്ള ബാസിൽ എന്നെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ ഒന്ന് ഏതെങ്കിലും ഒരു മനഃശാസ്ത്ര വിദഗ്ധനെ പോയിട്ടൊന്ന് കാണണട്ടോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നല്ല കാര്യങ്ങൾ എന്ന് പറയും. അത് കാര്യമാക്കുന്നില്ല, നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ പറയുക എന്നുള്ളതാണല്ലോ. അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. നീല നിച്ച് ഓഫ് ട്രൂത്ത് പൂട്ടി എന്ന് ഞാൻ പറഞ്ഞതിൽ അത് അദ്ദേഹത്തോട് വേറെ ആരോ ചോദിക്കുകയും അദ്ദേഹം അതിന് മറുപടി പറയുകയൊക്കെ ചെയ്ത ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നീല നിച്ച് ഓഫ് ട്രൂത്ത് പൂട്ടിയിട്ടില്ല എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് അതിനുശേഷം എം അക്ബർ സാഹിബ്. ആ നീല നിച്ച് ഓഫ് ട്രൂത്തിന്റെ പരിപാടികൾ തിരിച്ചു വരുന്നു. നീല നിച്ച് റീലോഡഡ് എന്ന രീതിയിൽ സംഘടിപ്പിക്കുന്ന ആദ്യ പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്ന പരിപാടി. ആ പരിപാടിയുടെ ഒരു പ്രത്യേകത ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ വെറുതെ മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നീല നിച്ച് ഓഫ് ട്രൂത്തിന്റെ തിരിച്ചുവരവിൽ അടപടലം നീലയായിരുന്നു. എല്ലാം ഒരു നീലമയമായിരുന്നു. ബാക്ക്ഗ്രൗണ്ടും അക്ബർ സാഹിബിൻ്റെ ഷർട്ട് കടുനീല നിറത്തിലുള്ള ഷർട്ടും അതിൻ്റെ എല്ലാ തരം ലൈറ്റിങ്ങും എല്ലാം ഒരു നീലമയമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ എനിക്ക് യാദൃശ്ചികമായിട്ട് അങ്ങനെ സംഭവിച്ചതായിരിക്കാം, എനിക്ക് അങ്ങനെ തോന്നിയതായിരിക്കാം. നീലനിച്ച് അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇന്നത്തെ പരിപാടിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണഗതിയിൽ എം അക്ബർ സാഹിബ് പറയുന്നതൊക്കെ തെറ്റാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കാറ്. എന്നാൽ ഇന്ന് അക്ബർ സാഹിബ് ചോദ്യകർത്താവിന് ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും നേരിട്ട് സത്യം പറയാൻ ഇച്ചിരി മടിയുണ്ടെങ്കിലും ഇന്ന് ചോദ്യകർത്താവിന് വയറ് നിറച്ചും സത്യസന്ധമായി മറുപടി പറയുന്ന അക്ബർ സാഹിബിനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പല ആളുകളും ഇന്ന് ഫേസ്ബുക്കിൽ ഞാൻ ഇതിൻ്റെ ഈ ട്രെയിലർ കാണിച്ച സമയത്ത് പറഞ്ഞു, നിങ്ങൾ തൻ്റെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മുഴുവൻ വീഡിയോ പുറത്തു വിടൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ വിചാരിച്ച് ഞാനിത് സാധാരണഗതിയിൽ അക്ബർ സാഹിബിനെ അക്ബർ സാഹിബ് പറയുന്ന ഉത്തരത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യും എന്നാണ്. വാസ്തവത്തിൽ അക്ബർ സാഹിബിൻ്റെ ഉത്തരത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്. അത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ പച്ചയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന അക്ബർ സാഹിബിനെ പോലെയുള്ള ആളുകൾക്ക് പോലും തുറന്നു പറയാൻ പറ്റാത്ത തരത്തിൽ വികൃതമാണ് ഇസ്ലാമിൻ്റെ ആത്മീയ ദർശനം എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അതേസമയത്ത് ഇന്നത്തെ ചോദ്യകർത്താവിന് അക്ബർ സാഹിബ് കൊടുക്കുന്ന മറുപടി ഇസ്ലാമികമായി, ഖുർആനികമായി, ഇസ്ലാം മത വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ കൃത്യം മറുപടിയാണ്.
ആ മറുപടിയിലൂടെ വെളിവാകുന്ന ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ഇത്രകാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ സങ്കുചിതമായ ഒരു ഗോത്ര സങ്കല്പവും ഗോത്ര ധാർമ്മികതയും ഗോത്ര നിയമങ്ങളുടെ സംഹിതയുമാണ് ഇസ്ലാം എന്ന നമ്മളെയൊക്കെ കാലങ്ങളായിട്ടുള്ള ആരോപണത്തെ ശരിവെക്കുക കൂടിയാണ് അക്ബർ സാഹിബിന്റെ ആ ഉത്തരത്തിലൂടെ ഇന്ന് നടക്കുന്നത്. അപ്പൊ ആ വീഡിയോയിലേക്ക് നമ്മൾ പോവാണ്. ആദ്യം ചോദ്യകർത്താവിന്റെ ചോദ്യം എന്താണ്? ഇസ്ലാം മാത്രം ശരിയെന്നും ഇസ്ലാമികേതരമായതെല്ലാം വഴിപിഴച്ചതാണ് എന്നുമുള്ള ഇസ്ലാമിന്റെ വാദത്തെ തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം മനുഷ്യർ നമ്മളുടെ ഇടയിലുണ്ട്. ഇസ്ലാം മതത്തിനകത്തുണ്ട്, പുറത്തുമുണ്ട്. ഇസ്ലാം മതത്തിനകത്തും പുറത്തും നിൽക്കുന്ന ആളുകൾ പലപ്പോഴും ഇസ്ലാം മതം മറ്റു മതങ്ങളെ പോലെ തന്നെ ഒരു ആത്മീയ ദർശനം കൂടെയാണ് എന്ന് വിചാരിക്കാറുണ്ട്. എന്നാൽ ഇസ്ലാം ഒരു ആത്മീയ ദർശനമല്ല എന്നും ഇത് കേവലമായ ഒരു ഗോത്രകാല രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം മാത്രമാണ് എന്നും ആധുനിക കാലത്തെ ജനസമൂഹങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകത്തക്ക ഒന്നും ഇസ്ലാം എന്ന് പറയുന്ന ഈ പ്രത്യയശാസ്ത്രത്തിന് ഇല്ല എന്നും ആധുനിക മനുഷ്യൻ ആർജിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ മാനവികതയുടെ ഏറ്റവും അടിസ്ഥാന ആദർശത്തെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത സങ്കുചിതമായ ഒരു ഗോത്ര നിയമമാണ് ഇസ്ലാം എന്ന് നമ്മൾ എല്ലാ സമയത്തും പറയാറുണ്ട്. അതിന്റെ ഒരു കൃത്യമായ വിശദീകരണമാണ് അക്ബർ സാഹിബ് നമ്മുടെ ചോദ്യകർത്താവിനോടുള്ള മറുപടി. അതായത് എല്ലാ മതങ്ങളിലും നന്മയുണ്ട് എന്ന് അംഗീകരിക്കുന്ന മതമാണ് ഇസ്ലാം എന്നും സർവ്വവേദങ്ങളും മതങ്ങളും സത്യത്തിലേക്കാണ് നയിക്കുന്നത് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഇസ്ലാമിനകത്ത് തന്നെയുള്ള ചില ആളുകൾക്കുള്ള ശക്തമായ മറുപടിയാണ് ഇത്. യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്താണ് എന്ന് ഒരല്പം ജാള്യതയോടെ ആണെങ്കിലും കുറച്ച് മറച്ചു പിടിച്ചാണെങ്കിലും അക്ബർ സാഹിബ് ഇന്ന് വിശദീകരിച്ചു തരും. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇസ്ലാം മാത്രമാണ് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസമായിട്ട് നിലനിൽക്കാൻ. എല്ലാ മതങ്ങളും എല്ലാ ആശയങ്ങളും തിന്മയാണ് എന്നും പച്ചയായി പറഞ്ഞു വെക്കുകയാണ് അക്ബർ സാഹിബ്. നമ്മളിവിടെ 2 ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഖുർആൻ 2:62 ഉദ്ധരിച്ചുകൊണ്ട് ചോദ്യകർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി വിശദീകരിക്കുമ്പോൾ 2 ഓപ്ഷനാണ് സാധാരണഗതിയിൽ വരിക. ഒന്ന്, ഇസ്ലാം വൈരുദ്ധ്യമാണ് എന്നൊരാശയം വരാം. അതായത് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, അദ്ദേഹത്തിന്റെ ഖുർആൻ വചനം അത് ശരിവച്ചാൽ അതിന് വിരുദ്ധമായ പല ആയത്തുകളും ഖുർആനിലുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അത് ശരിവച്ചില്ലെങ്കിൽ, അത് നിഷേധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് വേറെ ഒരു വിശദീകരണമാണ് ഉള്ളത് എങ്കിൽ ഇസ്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോത്രകാല വർഗീയ ചിന്തയിൽ അധിഷ്ഠിതമായ ഒരു സങ്കുചിത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പൊ ഇസ്ലാം വൈരുദ്ധ്യമാണോ, അല്ലെങ്കിൽ ഖുർആൻ 2:62 ഖുർആനിലെ വൈരുദ്ധ്യത്തിന്റെ തെളിവാണോ, അതല്ലെങ്കിൽ ഇസ്ലാം വർഗീയതയാണോ എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. മതം വേണോ മനുഷ്യന്? അതാണ് വിഷയം തന്നെ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് എനിക്കൊരു ഉത്തരം പറയാനുള്ളത് വേണം എന്ന് തന്നെയാണ്. എന്നാൽ ഇസ്ലാം തന്നെ വേണമെന്നുണ്ടോ, അതിൽ ഏതെങ്കിലും മതമായാൽ മതിയോ? ഇതാണ് എൻ്റെ ചോദ്യം. ഖുർആൻ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏത് മതമായാലും പ്രശ്നമല്ല എന്നാണ്. അത് ഞാൻ വായിച്ചു തരാം. സൂറത്ത് അൽ-ബഖറയിലെ 62-ാമത്തെ ആയത്ത്. നിങ്ങൾ മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ജൂതനാകട്ടെ, സാബിയാകട്ടെ, ആരാകട്ടെ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ വിഷമിക്കേണ്ടിവരില്ല, അവർക്കെല്ലാം സ്വർഗമുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അത് തന്നെയാണ് കരുതേണ്ടത്. അതുകൊണ്ട് എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് തന്നെ ആളുകളെ കൺവേർട്ട് ചെയ്ത് കൂട്ടണമെന്ന് ഈ ആയത്ത് കൊണ്ടെന്ന് വ്യക്തമാക്കി തരിക. ആരോടെ ചോദിക്കുന്നത്? അക്ബർ സാഹിബിനോട്. ഇസ്ലാമിലേക്ക് ആളെ ചേർക്കൽ പ്രധാന തൊഴിലാക്കി നടത്തുന്ന ദഅ്വാ പ്രവർത്തനമാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഏരിയ. ഇസ്ലാം മതത്തിലേക്ക് ഇതര മതസ്ഥരെയും ഇസ്ലാമിനകത്ത് തന്നെയുള്ള ഇവരുടെ യഥാർത്ഥ തൗഹീദ് എന്നവർ അവകാശപ്പെടുന്ന വഹാബിയൻ തൗഹീദിലേക്ക്, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തൗഹീദി പ്രസ്ഥാനമായിട്ടുള്ള വഹാബി തൗഹീദിലേക്ക് ആളെ ചേർക്കാൻ എന്ന് പറഞ്ഞാൽ സുന്നിയിലും ജമാഅത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടനകളിലൊക്കെയുള്ള വിശ്വാസികളെ മുജാഹിദ് എന്ന ആശയത്തിലേക്ക്, ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഇതര മതവിശ്വാസികളായിട്ടുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, മറ്റു വിശ്വാസങ്ങളിലുള്ള അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത മനുഷ്യരെ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തി ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പദ്ധതി, പ്രധാന
മേഖലയായിട്ട് പ്രവർത്തിക്കുന്ന അക്ബർ സാഹിബിനെ പോലെയുള്ള ആളോടാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഖുറാനിലെ 2:62 പ്രകാരം അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്ത ഏതൊരു മനുഷ്യനും, അത് മുഹമ്മദ് നബിയെ വിശ്വസിച്ച മുസ്ലിം ആയിക്കോട്ടെ, ജൂതനോ ക്രിസ്ത്യാനിയോ ആയിക്കോട്ടെ, അതല്ല അഗ്നി ആരാധകരോ ബഹുദൈവ വിശ്വാസികളോ ആരുമാകട്ടെ, അവർ ദൈവത്തിലും അന്ത്യനാളിലും, അന്ത്യനാൾ എന്ന് പറഞ്ഞാൽ നന്മ തിന്മകൾക്ക് അല്ലെങ്കിൽ പ്രതിഫലം നൽകപ്പെടുന്ന, നിശ്ചയിക്കപ്പെടുന്ന, കണക്കെടുപ്പ് നടത്തുന്ന, മോക്ഷം ലഭിക്കുന്ന ഒരു നാളുണ്ട് എന്ന ചിന്തയുണ്ടാവുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്ത് സൽക്കർമ്മം പ്രവർത്തിച്ചാൽ മതി എന്ന ഖുർആനിന്റെ വചനത്തെ മുൻനിർത്തി നിങ്ങൾ ഇതൊന്ന് വിശദീകരിച്ച് തരണം. എന്തിനാണ് നിങ്ങൾ ഇസ്ലാമിലേക്ക് മാറണം അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ചേർന്നാൽ മാത്രമേ ശരിയാവുള്ളൂ എന്ന് നിങ്ങൾ പറയുന്നത്? അത് ഖുർആന് വിരുദ്ധമല്ലേ? ഖുർആൻ 2:62 അങ്ങനെ ഒരു ആശയം പറയുന്നില്ലേ എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഇത് കേൾക്കുമ്പോൾ പല ആളുകൾക്കും, ഇപ്പൊ നമ്മുടെ സർവ മത സത്യവാദം എന്ന ആശയം പ്രചരിപ്പിച്ച ആളാണ് ചേകനൂർ മൗലവി, സർവവേദ സത്യവാദം എന്ന പുതിയ ആശയം സംസാരിക്കുന്നയാളാണ് മുസ്തഫ മൗലവി. ഇസ്ലാം മതത്തിനകത്ത് തന്നെയുള്ള ഒരുപാട് മനുഷ്യ സ്നേഹികൾ ഇസ്ലാം എന്ന് പറയുന്ന അവരുടെ മതം സങ്കുചിതമായ ഒരു ഗോത്ര നിയമമാണ് എന്ന് സമ്മതിച്ചു കൊടുക്കാൻ കഴിയാത്ത, അംഗീകരിക്കാൻ കഴിയാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത സാധുക്കളായ നല്ലവരായ മനുഷ്യർ ഇസ്ലാം സാർവദേശീയവും സാർവലൗകികവുമായ എല്ലാ ആശയങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ മനുഷ്യരെയും സമഭാവനയോടെ കാണുന്ന ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള മതമാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി സാധാരണഗതിയിൽ എടുത്തുദ്ധരിക്കുന്ന വചനമാണ് ഖുർആനിലെ 2:62. എന്താണ് ആ വചനത്തിന്റെ വസ്തുത എന്ന് സത്യസന്ധമായി, എന്നാൽ ഒരൽപ്പം വളഞ്ഞ വഴികളിലൂടെ, നേർക്കുനേർ ഉത്തരം പറഞ്ഞാൽ ഉണ്ടാകാവുന്ന ആഘാതം മറികടക്കാൻ വേണ്ടി വളഞ്ഞ വഴിയിലൂടെ അക്ബർ സാഹിബ് അദ്ദേഹത്തിന്റെ ഉത്തരം പറയൽ എന്ന നീണ്ട പ്രയാണത്തിലേക്ക് പോവാണ്. ഏകദേശം 20 മിനിറ്റ് എടുത്തിട്ടാണ് അദ്ദേഹം ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. അത് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടും എല്ലാം കൂടെ കഴിഞ്ഞ് 20 മിനിറ്റിലധികമുണ്ട്. 26-27 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു മറുപടി നമ്മൾ ചുരുക്കി സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അക്ബർ സാഹിബിന്റെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന അദ്ദേഹത്തിന്റെ പൂഴിക്കടകൻ കൂടി മറികടക്കാനുള്ള ചില പൊടിക്കൈകൾ ഒക്കെ പ്രയോഗിച്ചുകൊണ്ടാണ് ഈ വീഡിയോ കേൾപ്പിക്കുന്നത്. ഈ വീഡിയോയ്ക്കും താങ്കൾ സ്ട്രൈക്ക് തരില്ല എന്ന് വിചാരിച്ചുകൊണ്ട്, എത്രയോ സ്ട്രൈക്ക് തന്ന പാരമ്പര്യം അങ്ങേക്കുണ്ട്. ആശയപരമായ പ്രചാരണത്തിൽ നിങ്ങൾ പറയുന്ന വാദങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോകൾ പൂർണ്ണമായി കേൾപ്പിച്ച് മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ അതിനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറയുന്ന വില കുറഞ്ഞ പരിച കൊണ്ട് തടുക്കാൻ ശ്രമിക്കുന്ന താങ്കളെ പോലെയുള്ള പ്രബോധകർ ഇസ്ലാമിന്റെ ഇസ്സത്തിന് കളങ്കം ചാർത്തുന്നവരാണ് എന്നുകൂടി പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് അദ്ദേഹത്തിന്റെ അണികൾ, അദ്ദേഹത്തിന്റെ ജൈവ വിളിക്കുന്നവർ, അവര് അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇങ്ങനെ ബിലാൽ ചെയ്തതുപോലെ അല്ല ആശയപ്രചാരകരെ, മറുപടി പറയുന്നവരെ തോൽപ്പിക്കേണ്ടത് എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കണം എന്നുകൂടി സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. കാരണം ദീർഘമായ അദ്ദേഹത്തിന്റെ പ്രസംഗം ഒന്നും കളയാനില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് മുഴുവനായിട്ട് കേൾപ്പിക്കുകയും അതിനോടുള്ള പ്രതികരണം അതിന്റെ കൂടെ സഞ്ചരിക്കുകയുമാണ്. ഈ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ആദ്യമായി സൂചിപ്പിക്കുവാനുള്ളത്, ഇസ്ലാം ഒരു ദർശനം എന്നുള്ള നിലക്ക് മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ വെക്കുമ്പോൾ, ആ ഇസ്ലാം മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ വെക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇസ്ലാം പറയുന്ന ഒരു കാര്യം, ഈ മതത്തിന്റെ വിഷയത്തിൽ ആർക്കും ഒരു ലോഭവുമില്ല, ഒരു നിർബന്ധവുമില്ല എന്നുള്ള സത്യം. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്യ്. മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല, എന്നാൽ സത്യാസത്യങ്ങൾ വേർതിരിക്കപ്പെടും. അതെ, 2:62 അനുസരിച്ച് ഏത് മതമായാലും നന്മ ചെയ്താൽ മതി എന്ന ഖുർആൻ വചനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇസ്ലാം എന്ന ദർശനത്തിൽ ഇക്റാഹില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന് നേർക്കുനേർ ഉത്തരം പറയാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഒരു ചെറിയ പ്രശ്നം വന്നതാണ്. അപ്പൊ ദീനിൽ ഇക്റാഹില്ല എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. ദീനിൽ നിർബന്ധമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വിശാല ഹൃദയനായ അള്ളാഹുവിന്റെ മഹത്തായ മതമാണ്. അതിൽ നിങ്ങൾക്ക് യാതൊരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ബോധിച്ചെങ്കിൽ ചേർന്നാൽ മതി എന്നാണ്. ഇനി അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഉത്തരത്തിലേക്ക് പോകണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്. നേർക്ക് നേർ ഉത്തരം പറഞ്ഞാൽ
കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നുകിൽ ഖുർആൻ വചനത്തെ പൂർണ്ണമായി തള്ളേണ്ടി വരും, അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ തനിക്കുണം നേർക്ക് നേർ ആളുകളുടെ മുമ്പിൽ വെളിവാകും. അതുകൊണ്ടൊന്ന് പൊതിഞ്ഞു പറയാനാണ് സാഹിബിന്റെ ശ്രമം. അപ്പോൾ സത്യാസത്യം വ്യവച്ഛേദിക്കുക എന്നതിലപ്പുറത്ത് മതം ഒരു രൂപത്തിലും നിർബന്ധിച്ച് പ്രലോഭിപ്പിച്ച് പ്രകോപിപ്പിച്ച് ആളെ കൂട്ടേണ്ട ഏർപ്പാടല്ല. ചോദ്യകർത്താവ് സംസാരത്തിന്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ അങ്ങനെയെല്ലാം പറഞ്ഞ് ആളെ കൂട്ടുക, മുസ്ലിമാക്കുക എന്നൊരു ഏർപ്പാട് ഇസ്ലാമിലില്ല. ഒരാൾക്ക് സ്വമേധയാ ഇസ്ലാമാണ് ശരി എന്ന് തോന്നുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ അയാൾ ഇസ്ലാം സ്വീകരിക്കും. ആരപ്പത് പറയണം ആരത് പറയുന്നോന്നാലോചിക്ക്. ഏതെങ്കിലും ആള് ഏതെങ്കിലും കോലത്തിൽ എങ്ങനെയെങ്കിലും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നവർ, കൂടെ പഠിക്കുന്ന കുട്ടികളെ കൂടെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കുതന്ത്രം 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മേധാവി ആളുകളെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് പുണ്യപ്രവർത്തനമായി കാണുകയും എല്ലാ വിശ്വാസികളുടെയും നിർബന്ധ ബാധ്യതയായി ദഅവത്തിനെ പഠിപ്പിക്കുകയും സ്കൂളിലും കോളേജിലും ജോലി സ്ഥലങ്ങളിലുമുള്ള ഇതര മതസ്ഥരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പ്രത്യേക പരിശീലനം കൊടുക്കുന്ന ദഅവ വർക്ക്ഷോപ്പുകൾ നടത്തുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാം മതത്തിലെ പ്രബോധനവും ഇസ്ലാം മതത്തിലേക്ക് ആളുകളെ കൺവേർട്ട് ചെയ്യലും പ്രധാന തൊഴിലാക്കി മാറ്റിയ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് നിന്നിട്ട് പറയാണ്, പ്രലോഭിപ്പിച്ചും പ്രകോപിപ്പിച്ചും ആളുകളെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വശംവദരാക്കിയും ഇസ്ലാമിലേക്ക് ആളെ ചേർക്കുക എന്നൊരു പരിപാടി ഇസ്ലാമിൽ ഇല്ല. പിന്നെ ആകെയുള്ളത് എന്താ? ചെറുങ്ങനെ ലഘുലേഖ കൊടുക്കും, കുറച്ച് ഖബർ പറഞ്ഞ് പേടിപ്പിക്കും, കുറച്ച് നരകം പറഞ്ഞ് പേടിപ്പിക്കും. അവരവരുടെ മതത്തെക്കുറിച്ച് കാര്യമായ ഗ്രാഹ്യമില്ലാത്ത ചെറിയ കുട്ടികളെ അവരുടെ ദൈവവിശ്വാസത്തിന്റെ ന്യൂനതകൾ ഉണ്ട് എന്ന് അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങളെ മതത്തിൽ ഇതൊന്നും ഇല്ലാത്തൊരു പത്തരമാറ്റ സാധനമാണ് എന്ന് പറഞ്ഞു പറ്റിച്ച് അവരെ ഈ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും തന്ത്രവും കുതന്ത്രവും പയറ്റി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇരുന്നിട്ട് പറയാണ്, അങ്ങനെ ആളെ ചേർക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾ ഇസ്ലാം ദീനിൽ ഇല്ല, ഇസ്ലാമിന് അതിന്റെ ആവശ്യമില്ല. എങ്ങനെയുണ്ട്? ഇനി ഇസ്ലാം മാത്രമാണോ സത്യം? എന്താണ് ഇസ്ലാം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പരമ്പരാഗതമായി മനസ്സിലാക്കുന്നത് പോലെ ഹിന്ദുക്കളുടെ മതം ഹിന്ദുമതം, ക്രിസ്ത്യാനികളുടെ മതം ക്രിസ്തുമതം, ജൂതന്മാരുടെ മതം ജൂതമതം, മുസ്ലിങ്ങളുടെ മതം ഇസ്ലാം മതം എന്ന ഒരു സമവാക്യത്തിൽ ഇസ്ലാം വിശ്വസിക്കുന്നില്ല. അത് അടുത്തത് ഒരു സത്യം. അക്ബർ സാഹിബ് ഈ ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം പറയുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഒരു സത്യം പറയാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് സാഹിബ് എന്നാണ് എനിക്കറിയാത്തത്. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ പോലെ മുസ്ലിങ്ങളുടെ മതം ഇസ്ലാം, ഹിന്ദുക്കളുടെ മതം ഹിന്ദു മതം, ക്രിസ്ത്യാനികളുടെ ക്രിസ്തു മതം എന്ന് പറയുന്നത് പോലത്തെ ഒരു പരിപാടിയല്ല. പിന്നെന്താപ്പത്? മുസ്ലിങ്ങളുടെ മതം ഇസ്ലാം, ഇസ്ലാമിനെ മതമായി സ്വീകരിച്ചവർ മുസ്ലിങ്ങൾ, മുസ്ലിങ്ങൾ സ്വീകരിച്ച മതം തന്നെയാണ് ഇസ്ലാം. അങ്ങനെയല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാം പറഞ്ഞാൽ വേറെ. നിങ്ങൾ ഹിന്ദുക്കളായ ഇസ്ലാം ഉണ്ടാവും, ക്രിസ്ത്യാനികളായ ഇസ്ലാം മുസ്ലിം ഉണ്ടാവും, ജൂതനോ നിരീശ്വരവാദിയോ ആയ മുസ്ലിം ഉണ്ടാവോ അറിയില്ല. അക്ബർ സാഹിബ് വിശദീകരിക്കാൻ പോണേ, പിടിച്ചിരുന്നോളി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നേരം കുറച്ച് എന്താ പറയാ പൊട്ടിപ്പൊളിഞ്ഞ റോട്ടിലൂടെയുള്ള ഒരു ഓട്ടമാണ്. ഇസ്ലാം ഒരു ദർശനമാണ്. ദർശനം എന്നുള്ള നിലക്ക് അതിന്റെ പേര് തന്നെ ആ ദർശനത്തിന്റെ സവിശേഷതയെ സൂചിപ്പിക്കുന്നു. അതെന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ് അർത്ഥം. ആ സമർപ്പണമാണ് ഇസ്ലാം. സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ദൈവികമായ പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് സമർപ്പണം. അങ്ങനെ ഒരാൾ പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധമാവുകയാണെങ്കിൽ അയാളുടെ പേരാണ് മുസ്ലിം. ആ പടച്ചവന്റെ മാർഗം ദർശനത്തിന്റെ പേര് ശരിക്കും മനസ്സിലാക്കിക്കൊള്ളണം കേട്ടോ. ഹിന്ദുക്കളുടെ മതം ഹിന്ദുമതം എന്ന് പറഞ്ഞതുപോലെ മുസ്ലിങ്ങളുടെ മതം അല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ്. എന്ന് പറഞ്ഞാൽ അത് സമർപ്പണമാണ്. സമർപ്പണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമർപ്പിക്കുക എന്നതാണ്. ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാലോ
ദൈവത്തിന്റെ വിധിവിലക്കുകൾ പൂർണ്ണമായി അംഗീകരിച്ച് അദ്ദേഹത്തിന്റെ നിയമങ്ങൾ പാലിക്കുക എന്നതാണ്. അങ്ങനെയുള്ള ദൈവത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കുന്നത് ആരാണോ അയാളാണ് മുസ്ലിം, അല്ലെങ്കിൽ അതാണ് ഇസ്ലാം. ആ നിയമനിർദ്ദേശങ്ങളാണ് ഇസ്ലാം. മനസ്സിലാവാത്തവർക്ക് കുറച്ചുകൂടി പോകുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ പ്രാഥമികമായി പറയുക, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഈ പ്രപഞ്ചത്തിന്റെ മതമാണ് എന്ന്. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വകർഹൻ വഇലൈഹി യുർജഊൻ. നിങ്ങൾ ദൈവികമായ മതത്തെയല്ലാത്ത മറ്റു വല്ലതിനെയുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്നാൽ നിങ്ങൾ അറിയുക, ആകാശഭൂമികളിലുള്ള സകലതും മുസ്ലിങ്ങളാകുന്നു. അപ്പൊ ദൈവികമായ നിയമങ്ങൾക്ക് കീഴ്പ്പെടുക എന്നതാണ് സമർപ്പണം. ദൈവികമായ മതനിയമങ്ങൾ എന്താണോ അതാണ് ഇസ്ലാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നോക്കുക. പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾ കാണുന്നതെന്തും, അതായത് ആളുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാവരും മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്താണോ അവരൊക്കെ മുസ്ലിങ്ങളാണ്. എന്തൊക്കെ ഉണ്ടോ അതൊക്കെ മുസ്ലിങ്ങളാണ്. ഇനി നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് എണ്ണി 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 പറഞ്ഞുതരും. പേര് കേട്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇതൊക്കെ സൂര്യൻ ചന്ദ്രൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഹിന്ദുക്കളാണ്. മനസ്സിലായോ? വാസ്തവത്തിൽ ഇവരൊക്കെ മുസ്ലിങ്ങളാണ്. എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഹനുമാൻ വരെ മുസ്ലിമാണ് എന്നാണ് അക്ബർ സാഹിബിന്റെ വാദം. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 83-ാമത്തെ വചനം. ആകാശഭൂമികളിലുള്ള മുഴുവനും മുസ്ലിങ്ങളാണ്. ചന്ദ്രൻ മുസ്ലിമാണ്, സൂര്യൻ മുസ്ലിമാണ്, ഭൂമി മുസ്ലിമാണ്. എന്താ കാരണം? അവയെല്ലാം നിർബന്ധിതമായി, തൗഅൻ വകർഹൻ, ഒന്നുകിൽ നിർബന്ധിതമായി അതല്ലെങ്കിൽ അനുസരണയോടെ അവ പടച്ചവന്റെ നിയമങ്ങൾ അനുസരിച്ചിരിക്കുന്നു. പടച്ചവന്റെ നിയമങ്ങൾ അനുസരിച്ചാൽ ആകാശം മുസ്ലിമാകുമെങ്കിൽ, സൂര്യൻ മുസ്ലിമാകുമെങ്കിൽ, ചന്ദ്രൻ മുസ്ലിമാകുമെങ്കിൽ അവയെല്ലാം നിർബന്ധിതമായിട്ടാണ് അവ അനുസരിച്ചു കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല? അതായത് ദൈവത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നവരാരോ അവരാണ് മുസ്ലിം. ആ നിയമങ്ങളാണ് ഇസ്ലാം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയായി പരിഗണിക്കപ്പെടുന്ന സൂര്യനും ചന്ദ്രനും മറ്റു ഗോളങ്ങളും ഇതെല്ലാം ആ ദൈവത്തിന്റെ നിയമങ്ങളെ നിർബന്ധിതാവസ്ഥയിൽ അനുസരിക്കുകയാണ്. അതായത് ഇവരെയൊക്കെ ദൈവം നേരിട്ട് നിയന്ത്രിക്കണം, അല്ലെങ്കിൽ അവരതിനു വേണ്ട പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിരിക്കും. പുറത്തു പെയ്യുന്ന മഴ, മുഴങ്ങിക്കേൾക്കുന്ന ഇടിനാദം, ഇതൊക്കെ മുസ്ലിങ്ങളാണ്. കറുകപ്പുല്ല് മുതൽ ഗ്രാമ്പു, ഏലക്കായ തുടങ്ങി എല്ലാ സാധനങ്ങളും, നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന എല്ലാ സാധനങ്ങളും, കോഴിമുടുക, അതും മുസ്ലിമാണ്. എല്ലാ ഇസ്ലാമിന് കീഴ്പ്പെടുത്ത സാധനങ്ങളാണ്. നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയാൽ കാണുന്ന പോത്ത്, കാള, എരുമ, ആട്, മാട്, ഇവിടുത്തെ പല ഹിന്ദുക്കളും അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദികളും ഒക്കെ ഏറ്റിക്കൊണ്ട് നടക്കുന്ന പശു, കാള ഒക്കെ മുസ്ലിങ്ങൾ. അതിന് സംശയമുണ്ടോ? പ്രകൃതിയിലുള്ള സകലതും, സകല ചരാചരങ്ങളും നിർബന്ധിതാവസ്ഥയിൽ അല്ലെങ്കിൽ അനുസരണയോടുകൂടി അള്ളാഹുവിനെ കീഴ്പ്പെടുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെട്ടിട്ടാണ് പ്രവർത്തിക്കുന്നത്. ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ട്. ജീവനുള്ളതിലേക്ക് വന്നാൽ അതെങ്ങനെയാണ് ദൈവത്തിന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെടുന്നത്? അത് ജനിതക കോഡിങ് വഴിയാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ല, സാഹിബ് പറഞ്ഞുതരും. ജൈവലോകത്താണെങ്കിലും ആ നിർബന്ധിത അനുസരണത്തിന് ശാസ്ത്രത്തിന്റെ ഭാഷയിൽ നമ്മൾ പറയുക, ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ടതനുസരിച്ചുകൊണ്ട് അവ മുന്നോട്ട് പോകുന്നു എന്നാണ്. അപ്പോ ജീവികൾക്കൊന്നും തന്നെ അവയുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ട രേഖകൾക്കപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. എന്നാൽ മനുഷ്യൻ സവിശേഷനാണ്. പ്രത്യേകിച്ച് മനസ്സിലാക്കണം എവിടെയാണ് മതം കടന്നു വരുന്നത്. മനുഷ്യൻ സവിശേഷനാണ്. എന്താണ് സവിശേഷത? മനുഷ്യന്റെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ട നിയമങ്ങൾ പോരാ മനുഷ്യന് ജീവിക്കുവാൻ. അത് ഏത് രംഗത്താണെങ്കിലും, ഭൗതിക രംഗത്താണെങ്കിൽ നമ്മുടെ നിങ്ങൾ നമുക്ക് അക്ബർ സാഹിബ് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമുക്ക് പറഞ്ഞു തരും. ഒന്നും ബേജാറാണ്ടോ, ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും. നിങ്ങൾക്ക് ഇതുവരെ ഉള്ളതൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലായവരൊന്നും മനസ്സിലായി എന്ന് പറയട്ടോ. മനസ്സിലാവാത്ത ആൾക്കാർ മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയും. ഒന്നും മനസ്സിലാവാതെ നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്തായാലും സാഹിബ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകുന്നത് വരെ വിശദീകരിക്കുക എന്നുള്ളതാണ് സാഹിബിന്റെ ഇന്നത്തെ ഉദ്ദേശം. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരുന്നോളി, മനസ്സിലാക്കി തരും. ദൈവത്തിന് കീഴ്പ്പെടുക എന്നത് ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളുടെയും പ്രത്യേകത, മനുഷ്യരൊഴികെ. അതെന്തുകൊണ്ടാന്ന് സാഹിബ് വിശദീകരിച്ച് പറഞ്ഞത്. അതിൽ ഓസോൺ പാളിയൊക്കെയായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ട്. ആഴക്കടലിന്റെ അഗാധതയിലെ ഇരുട്ടിൽ നിന്ന് ഓസോൺ പാളിയുടെ ഉയരങ്ങളിലേക്ക് സാഹിബ് ഇസ്ലാം കൊണ്ട് എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യരൊഴികെയുള്ള സകല ചരാചരങ്ങൾ, ഗോളങ്ങളെ കുറിച്ച് നിങ്ങൾ പറയണ്ടല്ലോ. നമ്മുടെ സൂര്യനൊക്കെ എല്ലാ ദിവസവും അള്ളാഹുവിന്റെ അർഷിന്റെ താഴെ പോയി സുജൂദ് ചെയ്യുകയും അർഷിന്റെ അവിടെ ഒരു പൂച്ചക്കുട്ടി കസേരന്റെ താഴെ കിടക്കുന്ന പോലെ കിടക്കുകയും ചെയ്യും എല്ലാ ദിവസവും രാത്രി. ഞാൻ പറഞ്ഞതല്ല, നബി അബൂദറിന് പറഞ്ഞു കൊടുത്താണ്. അങ്ങനെ ഈ അർഷിന്റെ താഴെ പോയിട്ട് വിശ്രമിക്കുന്ന സൂര്യൻ പിറ്റേ ദിവസം രാവിലെ അലാറം വെച്ച് എഴുന്നേറ്റിട്ട് ഉദിക്കാനുള്ള സമയമായി, പഠിച്ചോനെ ഞാൻ പോയി ഉദിച്ചോട്ടെ എന്നാല്. അപ്പൊ അള്ളാഹ് പറയാ, അന്നഞ്ച് പോയിക്കൂട്. അങ്ങനെ സൂര്യൻ കിഴക്ക് വന്ന് ഉദിക്കും. ഇല്ല, രസം എന്താ വെച്ചാൽ ഏറ്റവും അവസാനം ഒരു ദിവസം പടിഞ്ഞാറ് ഉദിക്കാൻ പറയും. അന്നൊരു ദിവസം വരാനുണ്ട്, അത് നിങ്ങൾ കാത്തിരുന്നോളി. എനിവേ, അപ്പൊ ഗോളങ്ങൾ അങ്ങനെയാണ്. അവരുടെ ചലനങ്ങൾ, സുജൂദ്, ഇതൊക്കെ അള്ളാഹുവിനാണ്. അവർ സദാ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നക്ഷത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ജീവികൾ, ആട്, പോത്ത്, കോഴി, കടുവ, താറാവ്, പുലി, കരടി, നേരത്തെ പറഞ്ഞ ഒട്ടകം, ഒട്ടക ഒക്കെ, ഇവരൊക്കെ ജനിതക കോഡ് പ്രകാരം അള്ളാഹുവിനനുസരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവരെയൊക്കെ സൃഷ്ടിച്ചു വിട്ടപ്പം ജൈവലോകത്ത് അള്ളാഹു പ്രയോഗിച്ച ഒരു തന്ത്രമാണ്. അതിനെന്ന് ശാസ്ത്രം ഇങ്ങനെ ജനിതക കോഡ് എന്നൊക്കെ പറയും. അതുവഴി പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ മൃഗം എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്ന്. അപ്പൊ ഇവരുടെ ആരാധന എന്താണ്, ശുക്ർ എന്താണ്, ഇബാദത്ത് എന്താണ്, ഇതൊക്കെ കോഡിലുണ്ട്. അത് അവർ ചെയ്തോളും. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യണ്ട. നമ്മൾ കുറച്ച് കാടിവെള്ളം, കുറച്ച് കടലപ്പിണ്ണാക്ക്, പരിപ്പ് ഒക്കെ കൊടുത്താൽ മതി. കാലികളൊക്കെ അവരുടെ ഇബാദത്ത് കൃത്യമായിട്ട് നിർവഹിക്കും. പക്ഷെ മനുഷ്യന്മാർ മാത്രം ശരിയല്ല. കടലെടുത്ത് നോക്കിയാൽ ദശലക്ഷക്കണക്കിന് സ്പീഷീസുകളുണ്ട് അവിടെ. ഭീമാകാരമായ നീലത്തിമിംഗലം മുതൽ വളരെ ചെറിയ കുഞ്ഞു ജീവികൾ വരെയുള്ള വലിയ ഒരു ജൈവ ശൃംഖലയാണ് കടലിൽ നമ്മൾ കാണുക. പക്ഷേ അവിടെ എല്ലാ വലിയ ജീവികൾ ചെറിയ ജീവികളെ തിന്നുന്നു, കൊല്ലുന്നു, പിന്നെ ഭക്ഷിക്കുന്നു, അങ്ങനെ എല്ലാം നിലനിൽക്കുന്നു. പക്ഷേ അവിടെ ഒരു ക്രമസമാധാന പ്രശ്നമില്ല. അവിടെ നിയമങ്ങൾ ആവശ്യമായി വരുന്നില്ല. ഇനി ജൈവ മേഖലയെ സാഹിബ് രണ്ടായി തിരിക്കുകയാണ്. ഒന്ന് നീലക്കടൽ എന്ന് പറഞ്ഞാൽ ആഴക്കടൽ, ബഹ്റുൽ ലുജ്ജി. മറ്റൊന്ന് ഘോര വനാന്തരങ്ങൾ, അതിന് അറബിയിൽ എന്താ പറയുക എനിക്കറിയില്ല. ഇങ്ങനെ കരയിലും ജലത്തിലുമുള്ള ജീവവർഗങ്ങളിലേക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അവിടെ യാതൊരു ക്രമസമാധാന പ്രശ്നമില്ലാന്ന്. കാരണം തിന്നണം തോന്നുന്നവനെ തിന്നണു, പിടിക്കണം തോന്നുന്നവനെ പിടിക്കണു. അങ്ങനെ അവിടെ യാതൊരു ക്രമസമാധാന പ്രശ്നമില്ല. അവിടെ എന്തില്ല, അവിടെ യുദ്ധങ്ങൾ നടക്കുന്നില്ല. അതേപോലെ അവിടെ സമരങ്ങൾ, ഹർത്താലുകൾ ഒന്നും നടക്കുന്നില്ല. അവിടെ ഒരു വ്യവസ്ഥയുടെ ആവശ്യമില്ല. കാരണം എന്താ, ആ ജീവജാലങ്ങളൊക്കെയും അള്ളാഹുവിന്റെ ആ ജനിതക കോഡിൽ കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവിടെ ഒരു ഫസാദും ഇല്ല, ഒരു ഫിത്തനയില്ല. മനസ്സിലാക്കണം. ഇനി വനത്തിലേക്ക് പോയാലോ, കാട്ടിലേക്കൊന്ന് പോയേക്കാം സാഹിബേ. കാടിനെ കുറിച്ച് നമുക്കറിയാം. കാട്ടിൽ ഒരുപാട് ജീവികളുണ്ട്. കാട്ടിലെ രാജാവ് സിംഹവും മന്ത്രി കുറുക്കനുമെല്ലാമാകുന്നത് ഈസോപ്പ് കഥകളിലും പഞ്ചതന്ത്ര കഥകളിലും മാത്രമാണ്. അവിടെ ഒന്നും അതൊന്നുമില്ല. എന്നിട്ടും അവിടെ ക്രമസമാധാന പ്രശ്നമല്ല. ഒരു 144 അവിടെ പാസ്സാക്കേണ്ടി വരുന്നില്ല. ആലോചിച്ചോക്കണം. ബാലർമി കാണുന്ന കാടെന്നല്ല കുടരെ യഥാർത്ഥ കാട്. യഥാർത്ഥ കാട് എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യത്യാസപ്പെട്ട കാട്. അവിടെ ഈ കുറുക്കൻ, പിന്നെ മന്ത്രിയും സിംഹരാജാവ്, അതൊക്കെ വെറും കഥയാണ്. ശരിക്കും അങ്ങനെയൊന്നല്ല. ശരിക്കും എങ്ങനെയാണ് സാഹിബ് പറഞ്ഞത്. അവിടെയെല്ലാം ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ നിലനിൽക്കണമെങ്കിൽ, ഈ പ്രോഗ്രാം സംഘടിപ്പിക്കണമെങ്കിൽ പോലീസിൽ പെർമിഷൻ എടുക്കണം, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇവിടുത്തെ ക്രമസമാധാനം സംരക്ഷിക്കണം. മനുഷ്യൻ മാത്രം പ്രകൃതിയിൽ ഇടപെടുമ്പോൾ പ്രശ്നമുണ്ടാകുന്നു. മനുഷ്യൻ ഇടപെടുമ്പോൾ ഓസോൺ ലെയർ തകരുന്നു. നമ്മൾ ഓസോൺ സമ്മിറ്റുകൾ എല്ലാ കൊല്ലവും നമ്മൾ സംഘടിപ്പിക്കുന്നു. എന്താ കാരണം? ജീവികൾ മനുഷ്യനേക്കാൾ ഭീമാകാരമായ
മാമോത്തുകളും ദിനോസറുകളുമെല്ലാം ഭൂമിയെ അടക്കി ഭരിച്ച ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞുപോയി എന്ന് ശാസ്ത്രം പറയുന്നു. പക്ഷേ ഓസോൺ പാളിക്കൊരു തുളയും ഉണ്ടായില്ല. പക്ഷെ മനുഷ്യൻ ഇടപെടുമ്പോൾ അതെല്ലാം ഉണ്ടാകുന്നു. അള്ളാന്റെ ഓസോണിനെ തുളക്കാൻ പോകുന്ന മനുഷ്യന്മാരാണ് നമ്മൾ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായി സംവിധാനിച്ച ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ജീവജാലങ്ങൾക്ക്, മനുഷ്യന്മാർക്ക് മാത്രമല്ല കേട്ടോ ഓസോൺ പാളി കൊണ്ട് പ്രശ്നം ഉണ്ടാവുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ ജനിതക കോഡിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന പക്ഷി മൃഗാദികൾക്കും സസ്യലതാദികൾക്കും ഒക്കെ ഓസോൺ വിള്ളൽ വന്ന പ്രശ്നമാണ്. അപ്പൊ എന്നിരുന്നാലും ഈ ഓസോൺ പാളിയിലെ വിള്ളൽ മനുഷ്യന്റെ കൈകടത്തലുകൊണ്ടാണ് ശാസ്ത്രം പറയുന്നു. ശരിയാണ്. പക്ഷെ ഈ മനുഷ്യൻ ആരുടെ കൈ കൊണ്ടുണ്ടായതാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ജനിതക കോഡിൽ സൃഷ്ടിച്ചു വിട്ട, കോഡെഴുതി വിട്ട പക്ഷികളും മൃഗങ്ങളും ഗോളങ്ങളും മാത്രമുള്ള കാലത്ത് ഇവിടെ ഒരു പിത്തനയും ഫസാദും ഉണ്ടായിരുന്നില്ല, ഒരു ഓസോൺ പാളിക്ക് വിള്ളലുണ്ടായിരുന്നില്ല. അങ്ങനെ നല്ല കോലത്തിൽ ഇതൊക്കെ അള്ള വിചാരിച്ച പോലെ പ്രത്യേകിച്ച് കിതാബോ പ്രത്യേകിച്ച് പ്രവാചകനൊന്നും ഇല്ലാതെ തന്നെ സുഗമമായി സ്വച്ഛന്തമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അള്ളാഹുവിന് ഈ ഇടം തിരിവുണ്ടായത്. വറ്റി വിലങ്ങനെ കുത്താന്ന് പറയും നമ്മുടെ നാട്ടില്. തിന്നിട്ട് വറ്റി വിലങ്ങനെ കുത്താന്ന് പറയും. എന്നതുപോലെ മലക്കുകളുടെ ശുക്രും കേട്ട് ജനിതക കോഡിലെ പ്രോഗ്രാമുമായിട്ട് കാളകൾ ഒരു വഴിക്ക് പോകുന്നു, മൃഗങ്ങൾ മറ്റൊരു വഴിക്ക് പോകുന്നു, ഇരക് പിടിക്കുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല, സുഖമായിട്ട് പോവാം. ഓസോൺ പാളിയിലാണെങ്കിൽ വിള്ളലുമില്ല. അപ്പൊ അള്ളാഹ്ക്ക് ഒരു രസമല്ല. എന്താ, ഭൂമിക്ക് ചുറ്റും അന്തരീക്ഷത്തിന് ഇങ്ങനെ ഒരു ഓസോണൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിനെ തുളക്കാൻ ഒരാളില്ലാണ്ട് എന്ത് രസം. അതാണ്. അപ്പൊ തന്നെ അള്ളാഹ് മലക്കിനെ വിളിച്ചു, ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. ഈ ഭൂമി പോയിട്ട് എല്ലായിടത്തുനിന്നും കറുപ്പും വെളുപ്പും മഞ്ഞയും പച്ചയും നീലയും നിറത്തിലുള്ള സകല മണ്ണിന്റെയും ധൂളികൾ കൊണ്ടുവരാൻ പറഞ്ഞു. ധൂളികൾ കൊണ്ടുവന്നു, വെള്ളം ചേർത്ത് കുഴച്ചു. അള്ളാഹുവിന്റെ പ്രതിരൂപത്തിൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. നോക്കണേ നിങ്ങള് ഇടങ്ങേറ്. അള്ളാഹിനെ പോലെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ രൂപത്തിൽ, അള്ളാഹുവിന്റെ ഇതില് ഗുണത്തിൽ. ഓക്കെ, ഞാൻ സെന്റൻസ് വേർഡ് പിടിച്ചു വരണ്ട. അള്ളാഹ്ക്ക് ബോധിച്ചതുപോലെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെ ഒന്നും കുഴപ്പമില്ല. എന്നിട്ട് അള്ളാഹു അവന്റെ റൂഹിൽ നിന്ന് ഊതി. അന്ന് തുടങ്ങിയതാണ് നാട്ടിലെ വിത്തന. നാട്ടിൽ മാത്രമല്ല, സ്വർഗം കുട്ടിച്ചോറാക്കിയിട്ടാണ് അള്ളാഹുവിന്റെ കീഴിൽ സ്വസ്ഥമായി അള്ളാഹുവിന് ശുക്രോതി ഹംദോതി അള്ളാഹുവിനെ പാട്ടും പാടി സ്തുതിച്ചുകൊണ്ടിരുന്ന മലക്കുകളുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയ ആദം നബി, അള്ളാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടി. ഈ കുത്തിത്തിരിപ്പിന്റെ പിതാവാരാ? അള്ളാഹ്. സകല ഫിത്തനയുടെയും പിതാവാരാണ്? അള്ളാഹ്. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ മലക്കുകളുടെ ഇടയിൽ ഇടം തിരിഞ്ഞു നിന്നു. ആര്? ജിന്നാണെന്ന് പറയപ്പെടുന്നു. മലക്കുകളുടെ രാജാവ് മീൻസ് ഉസ്താദായ നേതാവായ ആള് പിശാച്. ഓനെ സ്വർഗത്തിന് ചവിട്ടി പുറത്താക്കി. എന്നിട്ട് സ്വർഗത്തിൽ അരുതുകൾ നിശ്ചയിച്ചിട്ട് സ്വർഗത്തില് ആളെ പാർപ്പിച്ചു. വിലക്കപ്പെട്ട കനി സ്വർഗത്തിൽ നാട്ടിയ ആളാണ് അള്ളാഹ്. സ്വർഗത്തിൽ എന്തിനാ വിലക്കപ്പെട്ട കനി? എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലായില്ല. ഭൂമിയിലുള്ളത് നിങ്ങളോട് അരുതേ എന്ന് പറയുന്നത് നിങ്ങളെ പരീക്ഷിക്കാനാന്നാ പഠിച്ചോൻ പറയുന്നത്. സ്വർഗത്തിൽ ആദം നബിനെയും ഹവ്വേനെയും സൃഷ്ടിച്ച് താമസിപ്പിച്ച തോട്ടത്തിൽ, സ്വർഗത്തിൽ എന്തിനാണ് പറിച്ചു തിന്നാൻ പറ്റാത്ത കായ്കനികൾ കായ്ക്കുന്ന ഒരു മരം പടച്ചം കൊണ്ട് ഈ കുഴിച്ചിട്ടത്? ഫിത്തന ഉണ്ടാക്കാനല്ലേ? കൂത്തിത്തിരിപ്പുണ്ടാക്കാനല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറയേ, എന്തായിരുന്നു എന്റെ ലോജിക്ക്? സ്വർഗത്തിൽ അരുതുകൾ, പറിക്കാൻ പാടില്ലാത്ത പഴം സ്വർഗത്തിൽ. സ്വർഗത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു സാധനം ഉണ്ടോ? തൊടാൻ പാടില്ലാത്ത പഴം, കുടിക്കാൻ പാടില്ലാത്ത കള്ള്, അനുഭവിക്കാൻ പാടില്ലാത്ത ഹൂറി, ഇതൊക്കെയാണോ സ്വർഗത്തിലുള്ളത്? തിന്നാൻ പാടില്ലാത്ത പഴം സ്വർഗത്തിലോ? അതും പോട്ടെ. എന്നിട്ട് ആ സ്വർഗത്തിലെ പഴം തിന്നാതെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടി സ്വർഗത്തിൽ ജീവിച്ച ആളെ പഴപ്പിക്കാൻ വേണ്ടി ഇച്ചങ്ങാതി പണ്ട് പുറത്താക്കിയ ഇബിലീസ് വേഷം മാറി വന്നു പോലും. എവിടെ? അള്ളാഹുവിന്റെ കസ്റ്റഡിയിലുള്ള സ്വർഗത്തിൽ. ആലോചിച്ച് നോക്കണം. അപ്പൊ ഇത് കരുതി കൂട്ടി ഫിത്തന ഉണ്ടാക്കിയത് ആരാണ്? വിശ്വാസികളാണ് ആലോചിക്കേണ്ടത്. കരുതി കൂട്ടി കച്ചറ ഉണ്ടാക്കിയിട്ട് ഈ ഭൂമി നശിപ്പിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞത് ആരാണ്?
ആരാ തീരുമാനിച്ചത്? അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം സംഭവിച്ചു. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യന്റെ തലയിൽ കൊണ്ടുവന്നിട്ട് ഈ ഓസോൺ പാളിയുടെ തുള കൊണ്ട് വെക്കുമ്പോ മനുഷ്യന്മാർ ഇക്കോലത്തിലേക്ക് ആയിത്തീരുമെന്ന് അള്ളാഹ്ക്ക് നേരത്തെ അറിയില്ലേ? അള്ളാഹിന്റെ ജനിതക കോഡ് എഴുതുന്ന പേന കേടുവന്നു പോയാ? എന്ത് പറ്റി അള്ളാഹ്ക്ക്? അള്ളാഹ്ക്ക് എന്തിന്റെ കേടായിരുന്നു? ഇതിന് വേറെ വാക്കാണ് ഞങ്ങൾ നാട്ടിൽ പറയാം. ഓക്കെ, എന്നിട്ട് എന്താ രസം? മനുഷ്യന്മാർക്ക് ജനിതക കോഡ് കൊടുക്കാതിരുന്നതിന്റെ കാരണം മനുഷ്യന്മാർക്ക് ധാർമ്മികത പ്രത്യേകം കൊടുക്കണം. മനുഷ്യന്മാർ ചില പ്രത്യേക ജീവിയാണ്, അങ്ങനെ പ്രത്യേകത ഉണ്ടാക്കി സൃഷ്ടിച്ച കോലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ഈ സ്വർഗത്തിലെ പഴം തിന്നതിന്റെ കുറ്റത്തിനുള്ള ശിക്ഷയായിട്ടാണ് ആദം നബിനെ ഒരു ദിക്കിലും ഹവ്വാ ബീവിനെ ഒരു ദിക്കിലും ഭൂമിയിലേക്ക് ഇറക്കി വിട്ടിട്ട് പിശാചിനെ പിന്നാലെ പഴപ്പിക്കാനും വിട്ടത്. പിന്നെ അവിടെ നിന്നുണ്ടായത് ചരിത്രം ചരിത്രം ചരിത്രം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഭൂമിയിൽ ഇങ്ങനെ ആയത്. അപ്പൊ അതുകൊണ്ട് ഇനി ഓസോൺ പാളിനെ സംരക്ഷിക്കണം. പഠിച്ചവൻ അപ്പോഴാണ് ഓസോൺ പാളിനെ കുറിച്ച് ആലോചിച്ചത്. അപ്പൊ തന്നെ അള്ളാഹു ധാർമ്മിക നിയമങ്ങളുടെ പുസ്തകങ്ങളുമായിട്ട് ആളെ പറഞ്ഞേക്കാൻ തുടങ്ങി. 1, 2, 3. മറ്റേ സിനിമയില് ജഗതി 1 ബോംബ് 2 ബോംബ് 3 ബോംബ് എന്ന് പറഞ്ഞ പോലെ 1 നബി 2 നബി 3 നബി 4 നബി, അങ്ങനെ 1,00,000 ചില്ലാനും നബിമാര് അംബിയാ മുർസലുകൾ പറഞ്ഞു. എന്തിനാ? ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാകും എന്ന് അള്ളാഹ്ക്ക് അറിയാം. ഞാൻ വെറുതെ ഓസോൺ പാളിയിൽ വിള്ളൽ എന്ന് നിങ്ങൾ തമാശാക്കുന്നതല്ല, നിങ്ങൾ കേട്ടോളൂ. അവിടെയെല്ലാം മനുഷ്യന് ചില ധാർമ്മിക നിയമനിർദ്ദേശങ്ങൾ ആവശ്യമുണ്ട്. ആ നിയമനിർദ്ദേശങ്ങൾ ആത്യന്തികമായി നമ്മൾ ധാർമ്മിക നിയമങ്ങൾ എന്ന് പറയും. ആ നിയമങ്ങൾ നൽകാൻ ആർക്കാണ് കഴിയുക? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മതം പറയുക. പടച്ചവനാണ് ആ നിയമങ്ങൾ നൽകാൻ കഴിയുക എന്ന്. അപ്പൊ ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാക്കാതിരിക്കാൻ ഓസോൺ പാളി ഉണ്ടാക്കിയ മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹ്ക്ക് മാത്രമാണ് അറിയുള്ളൂ. അതുകൊണ്ട് മനുഷ്യന് ധാർമ്മിക നിയമങ്ങൾ ഉണ്ടാക്കി. പ്രധാനമായിട്ട് ഓസോൺ പാളി വിള്ളൽ ഉണ്ടാകാതിരിക്കലായിരുന്നു ഉദ്ദേശം. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന കാര്യത്തിലുള്ള നിയമം എനിക്ക് നാവ് നൽകിയവൻ തന്നെ ഞാൻ എന്തൊക്കെ സംസാരിക്കണം, എന്തൊക്കെ സംസാരിച്ചുകൂടാ എന്ന് എന്നെ പഠിപ്പിക്കണം. എനിക്ക് ദഹനക്രിയയ്ക്ക് വേണ്ടി ശരീരത്തെ കൃത്യമായി സജ്ജമാക്കിയവൻ തന്നെ ഞാൻ എന്ത് കഴിക്കണം, എന്ത് കഴിച്ചുകൂടാ എന്ന് പഠിപ്പിക്കണം, ധാർമ്മികമായിട്ടോ. അതേപോലെ തന്നെ സമ്പത്തും സാമ്പത്തിക വ്യവസ്ഥകളും നിലനിർത്തിയവൻ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. ഇത് പറഞ്ഞിട്ട് തോന്നുന്നു അള്ള ഉണ്ടാക്കി കൊടുത്തയച്ചാണ് കറൻസി നോട്ടൊക്കെയാണ്. എന്ത് സമ്പത്ത്, സാമ്പത്തികം, ക്രയവിക്രയം. പടച്ചോന് ഈ സമ്പത്തും സാമ്പത്തിക ക്രമമൊക്കെ ഉണ്ടാക്കി കൊടുത്ത ആളാണോലോ ഇതെങ്ങനെയാണ് ക്രയവിക്രയം ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് എന്നും പറഞ്ഞു അവിടെ ഇരിക്കുന്ന ആൾക്കാരെ കാര്യം ആലോചിച്ച് നോക്കൂ. എന്താണ് സമ്പദ്ഘടന, പണം എന്നൊക്കെ പറയുന്ന ഈ സാധനത്തിന്റെ ചരിത്രം എത്രയാണുള്ളത്? മുഹമ്മദ് നബിയുടെ കാലത്തുള്ള സമ്പത്തും സാമ്പത്തിക ക്രമവും വ്യവസ്ഥയും എന്താണെന്ന് ആലോചിച്ചാൽ പോരെ. അപ്പൊ എന്തോ ആവട്ടെ. അപ്പം ദഹന വ്യവസ്ഥ തന്ന അള്ളയാണ് പറയേണ്ടത് എന്ത് കഴിക്കണം എന്ന് കഴിക്കേണ്ടെന്ന്. സമ്പത്തും സമ്പദ്ഘടനയൊക്കെ കൊടുത്ത പഠിച്ചവനാണ് പറയേണ്ടത് എങ്ങനെ ക്രയവിക്രയം ചെയ്യണം എന്ന്. ഇനിയുള്ളതാണ് മാരകമായ 2 എണ്ണം കേട്ടോളൂ. എന്റെ ഹോർമോൺ സംവിധാനത്തെ കൃത്യമായി നിലനിർത്തിയവൻ തന്നെ, അതിന്റെ സന്തുലനം നിലനിർത്തുന്നവൻ തന്നെ ആ ഹോർമോൺ സന്തുലനത്തിനനുസൃതമായി എങ്ങനെ എന്റെ ബന്ധങ്ങളെയും ബന്ധവിച്ഛേദങ്ങളെയും ഞാൻ മുന്നോട്ട് നയിക്കണമെന്ന് പറഞ്ഞു തരണം. അങ്ങനെ ഇതെല്ലാം നിശ്ചയിച്ച പടച്ചവൻ മനുഷ്യർക്ക് വേണ്ടി അവന്റെ വൈയക്തികവും കുടുംബപരവും സാമൂഹികവും ദേശീയവുമെല്ലാമായിട്ടുള്ള ജീവിതത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ നിയമങ്ങളാണ് മതം. ഈ ഹോർമോൺ ഇംബാലൻസ് ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ള ഹിക്മത്ത് അറിയാവുന്ന പഠിച്ചോ നിങ്ങൾക്ക് ബന്ധങ്ങളും ഇദ്ദേഹം ഉദ്ദേശിച്ചത് സെക്സ് ഹോർമോണുകളുടെ ഒക്കെ കാര്യമായിരിക്കട്ടെ, അല്ലെങ്കിൽ ആങ്സൈറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. എന്തായാലും യജാതി തള്ളാണ് സാഹിബേ. ഹോർമോൺ ഇസ്ലാമിലെ ബന്ധങ്ങളും ബന്ധങ്ങളെ കുറിച്ചുള്ള കുടുംബ ബന്ധങ്ങളെ കുറിച്ചും ബന്ധവിച്ഛേദനത്തെ കുറിച്ചൊക്കെയുള്ള നിയമങ്ങളും ഹോർമോൺ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രത്യേക ഒരു പഠനം നടത്തിയ നന്നാവും. നമ്മൾ അനിൽ ഡോക്ടറാണ് ഇതിന് പറ്റിയ ആള്. അനിൽ ഡോക്ടർക്ക് ഓൾറെഡി ഒരു ഡോക്ടറേറ്റ് ഉള്ളത് കൊണ്ട് ഇനി അതിന്റെ ഡോക്ടർക്ക് മേൽ ഡോക്ടർ എന്ന് വായിക്കേണ്ടി വരുമോ എന്നാണ് എൻ്റെ പേടി. എന്തായാലും പുതിയ ആരെങ്കിലും ആ കാര്യത്തിൽ ഗവേഷണം നടത്തുന്നത് നല്ലതായിരിക്കും. ഇസ്ലാമിലെ വൈവാഹിക
വിവാഹമോചന നിയമങ്ങളും മനുഷ്യന്റെ ഹോർമോൺ സന്തുലനാവസ്ഥയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊരു പഠനം, ഒരു പ്രബന്ധം. ആ പഠനം നടത്താൻ ഏറ്റവും പറ്റിയ ആൾ ആരാണ് എന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഇത്രയും കാലം മതപ്രഭാഷണം കേട്ട ആളുകൾക്ക് അതിൽ ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റിയ ഒരാളെ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. നമ്മൾ മുന്നോട്ട് പോവാം. എന്തായാലും ഇതിവിടെ കൊണ്ടൊന്നും തീരൂല, ഇതൊന്നും ആയിട്ടില്ല. ജീവിതം മൊത്തത്തിൽ പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് നയിക്കുന്നതിനാണ് മതം എന്ന് പറയാം. ആ മതത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് എന്നാണ്. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 85-ാമത്തെ വചനം. ആരെങ്കിലും ഇസ്ലാം അല്ലാത്തതിനെ മതമായി സ്വീകരിക്കുന്ന പക്ഷം അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടില്ല, അത് അവർ നഷ്ടക്കാരിൽ ഉൾപ്പെടും. നിങ്ങൾ ഇതൊക്കെ കേട്ട് ചോദ്യം മറന്നുപോയോ? ചോദ്യം എന്താ? 2:62 ഏത് വിശ്വാസമുള്ളവരായാലും ശരി, ദൈവത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല എന്ന ഖുർആൻ വചനത്തെ, അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്നാണ് അക്ബർ സാഹിബ് ഇങ്ങനെ ആഴക്കടൽ വഴി ഘോരവനാന്തരങ്ങളിലൂടെ ഓസോൺ പാളിയിൽ തൊട്ട് നമ്മളെ നോക്കി ചിരിച്ചത്. എന്നിട്ട് അദ്ദേഹം തിരിച്ച് ഖുർആനിലേക്ക് വരികയാണ്. ഖുർആനിൽ വന്നിട്ട് അദ്ദേഹം പറയുന്നു, ഖുർആനിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അതായത് സൂര്യനും ചന്ദ്രനും ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളും മുസ്ലിങ്ങളാണ്. അവരൊക്കെ ഇസ്ലാമിന് കീഴ്പ്പെട്ടവരാണ്, അവരൊക്കെ ദൈവത്തിന് കീഴ്പ്പെട്ടവരാണ്, അവരൊക്കെ മുസ്ലിങ്ങളാണ്. മൃഗങ്ങൾ, പോത്തുകൾ, പന്നികൾ, പട്ടിക്കുട്ടികൾ, എന്തിനു വരെ പല്ലി വരെ മുസ്ലിമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പറയട്ടെ, ഒറ്റ ചോദ്യമുള്ളൂ, പട്ടി, പന്നി, പല്ലി, ഈ 3 ജീവികൾ മുസ്ലിങ്ങളാണോ അല്ലേ? പറയേണ്ടത് സാഹിബാണ്. ഉത്തരം അറിയാവുന്ന വിശ്വാസികൾക്ക് പറയാം. കാരണം മനുഷ്യരൊഴികെയുള്ള സകല ജീവികളിലും, ജൈവിക മേഖലയിലുള്ള ജീവികളിലൊക്കെ അള്ളാഹു കൃത്യമായ ഒരു ജനിതക കോഡ് രേഖപ്പെടുത്തി വിട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയെ തീയിലിട്ട തീക്കുണ്ടാരത്തിനടുത്ത് പോയിട്ട് എല്ലാ ജീവികളും ആ തീ അണയ്ക്കാൻ വേണ്ടി ഊതിയപ്പോ പല്ലി പോയി ഇടം തിരിഞ്ഞു നിന്ന് ആ തീയാളി കത്തട്ടെ എന്ന് വിചാരിച്ച് ഊതിയത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? എന്റെ അഭിപ്രായത്തിൽ സ്വർഗത്തുനിന്ന് പുറത്താക്കിയ ഇബ്ലീസ് അള്ളാഹുവിന്റെ ജനിതക കോഡ് ഹാക്ക് ചെയ്തിട്ട് പല്ലിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. എന്റെ സംശയമാണ്. അവിടെ ഇസ്ലാം അല്ലാത്തതിനെ മതമായി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ സമർപ്പണം, പടച്ചവനുള്ള സമർപ്പണം, അതായിരിക്കണം നമ്മുടെ ജീവിത ദർശനം എന്നാണ്. അത് മുസ്ലിം ചെയ്താൽ, മുസ്ലിം പേരുള്ളവൻ ചെയ്താൽ അവന് രക്ഷ, ഹിന്ദു പേരുള്ളവൻ ചെയ്താൽ അവന് രക്ഷ, ക്രിസ്ത്യൻ പേരുള്ളവൻ ചെയ്താൽ അവന് രക്ഷ. ഇതാണ് ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട്. ഇപ്പൊ നിങ്ങൾക്ക് ചെറുങ്ങനെ ഒരു ഉത്തരം കിട്ടിയില്ലേ? അതായത് 2:62 തള്ളുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കുകയാണ് ഇവിടെ. എന്താ? ഈ സമർപ്പണമാണ് ഇസ്ലാം പറയുന്നത്. അതാണ് ദൈവികമായ നിയമത്തിലുള്ള സമർപ്പണം. ആ സമർപ്പണം ഹിന്ദു പേരുള്ള ആൾ ചെയ്താലും, ക്രിസ്ത്യൻ പേരുള്ള ആൾ ചെയ്താലും, ജൂത പേരുള്ള ആൾ ചെയ്താലും ഒക്കെ ഈ സമർപ്പണം ഉണ്ടോ, അവരെ കുറിച്ചാണ് ഈ പറയുന്നത്. അതാണ് ഇസ്ലാം. അപ്പൊ നേരത്തെ ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യം ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുമോ? അതാണ് ഇപ്പൊ അടുത്തൊരു സംശയം. ഇവിടെ പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം 62-ാമത്തെ വചനത്തിലും, 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിൽ 62-ാമത്തെ വചനത്തിലും, അതേപോലെ തന്നെ 5-ാമത്തെ അധ്യായം സൂറത്ത് മാഇദയിലെ 63-ാമത്തെ വചനത്തിലുമെല്ലാം പറഞ്ഞിട്ടുള്ള ഒരാശയമാണ് ഞാൻ പറയുന്ന പരിശുദ്ധ ഖുർആനിലെ വചനത്തിനെതിരെ എന്റെ സുഹൃത്ത് ഉന്നയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പലപ്പോഴും സർവ്വമത സത്യവാദികൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ ഇന്നത്തീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്ന ഖുർആനിലെ വചനത്തിനെതിരായിട്ട് 9:30 തൗബയിലെ 30-ാം വചനത്തിനെതിരായിട്ട് 64-നെതിരായിട്ട് ഇങ്ങനെ ഖുർആനിൽ ഇസ്ലാം മാത്രമാണ് ശരിയെന്നും, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്,
മുഹമ്മദ് പഠിപ്പിച്ചതെന്തോ അത് പൂർണ്ണമായിട്ട് അനുസരിക്കുകയും മുഹമ്മദിനെ അനുസരിക്കുകയും ചെയ്യുക, അള്ളാഹുവിനെയും അവന്റെ റസൂലായ മുഹമ്മദിനെയും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നതാണ് മുസ്ലിം. അങ്ങനെ മുസ്ലിം ആയവർക്ക് മാത്രമാണ് രക്ഷയുള്ളത്. അങ്ങനെ ഇസ്ലാമിനെ സ്വീകരിക്കാത്തവരൊക്കെ സത്യത്തിന് നിഷേധിക്കുന്നവരാണ്, അവരൊക്കെ കാഫിറുകളാണ്, അവരൊക്കെ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മ്ലേച്ഛരാണ്, അവരൊക്കെ അശുദ്ധരാണ് എന്ന് പഠിപ്പിച്ച മനുഷ്യരെ വിശ്വാസത്തിന്റെ പേരിൽ മുഹമ്മദ് പഠിപ്പിച്ച മതത്തെ സ്വീകരിക്കാത്തവരെ അച്ചാലും ഉച്ചാലും ചീത്ത പറഞ്ഞ പടച്ചോന്റെ ഖുർആനിൽ നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾക്കൊക്കെ മോക്ഷം കിട്ടും എന്നൊരു ഖുർആൻ വചനം എടുത്തിട്ട് അക്ബർ സാഹിബിനെ ചോദ്യം ചെയ്യാൻ ചെന്ന ആ സഹോദരനോട് നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. എന്തിനാണ് നിങ്ങൾ ഒരു ഖുർആൻ വചനത്തിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് അക്ബർ സാഹിബിനെ ഇടങ്ങേറാക്കുന്നത്? സാഹിബ് നിങ്ങൾ പറഞ്ഞു കൊടുക്കി. അവിടെ പരിശുദ്ധ ഖുർആൻ ഇന്നല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന വചനം അവ മുഅ്മിനുകളാണെങ്കിലും നസാറാക്കളാണെങ്കിലും യഹൂദികളാണെങ്കിലും സാബികളാണെങ്കിലും മൻ ആമന ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, അവർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ വലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊരിക്കലും ഒരു ഭയത്തിന്റെയും ആവശ്യമില്ല, അവർ രക്ഷപ്പെടുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ആശയം തന്നെയാണ്. ഇനിയുള്ളത് എന്താന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞ ഖുർആനിലെ വചനങ്ങളും ആശയവും മുഹമ്മദിലും അന്ത്യദിനത്തിലും മുഹമ്മദിൽ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ മുഅ്മിനാവുകയോ ജൂതനോ നസ്രാണിയോ അല്ലെങ്കിൽ നസ്രാണിയോ ജൂതനോ അഗ്നി ആരാധകനോ ആരും ആയിക്കോട്ടെ, അവർ സൽക്കർമ്മം ചെയ്യുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും അന്ത്യനാളിൽ വിശ്വസിക്കുകയും ചെയ്താൽ അവർക്ക് രക്ഷയുണ്ട്, അവർക്ക് പേടിക്കേണ്ടതില്ല, അവർക്ക് പ്രതിഫലമുണ്ട് എന്ന് പറയുന്ന ഖുർആൻ വചനവും ദീനല്ലാത്ത ഇസ്ലാം അല്ലാത്ത ഒന്നിനെയും ദീനായിട്ട് അംഗീകരിക്കൂല എന്നും മുസ്ലിം അല്ലാത്തവരൊക്കെ കാഫിറുകളാണ് എന്നും മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ നരകത്തിലെ നിത്യവാസികളായിരിക്കും എന്നുമുള്ള ഖുർആനിലെ വചനങ്ങളുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു കലാപരിപാടിയാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. രണ്ട് വിരുദ്ധ ആശയങ്ങളുള്ള ഖുർആൻ വചനത്തെ വൈരുദ്ധ്യങ്ങൾ ഏതുമില്ലാത്ത ഖുർആനാക്കി മാറ്റുന്നത് ഒന്നൊന്നിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്ന വളരെ സൂക്ഷ്മമായി മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് സാഹിബ് കടക്കുകയാണ്. ആ സാഹസം ഇതാ ഇവിടെ തുടങ്ങുകയാണ്. അപ്പൊ ഈ രണ്ട് വചനങ്ങളും ശരിയാണോ, രണ്ട് ആശയങ്ങളും ശരിയാണോ? ശരിയാണ് എന്നാണ് പറയുന്നത്. സാഹിബ് പറഞ്ഞത് ശരിയാണ്. ഞാൻ സാഹിബിനെ പിന്താങ്ങുന്നു. അക്ബർ സാഹിബ് ഈ വിഷയത്തിൽ കൃത്യമായ ഇസ്ലാമിന്റെ നിലപാട് പറയാണ്. ചെറുങ്ങനെ ഒന്ന് എന്താ പറയുക, മയപ്പെടുത്തി ഒന്ന് പൊതിഞ്ഞ് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി 10-20 മിനിറ്റ് സമയമെടുത്ത് ചുറ്റി വളഞ്ഞിട്ടാണ് പറയുന്നത്. ആരെങ്കിലും അടുത്തിട്ട് നിർത്തി പോവുകയാണെങ്കിൽ ശരിക്കുള്ള ഉത്തരം കേൾക്കൂലല്ലോ. അപ്പോ അതൊക്കെയാണ് ടെക്നിക്ക്. അഥവാ ആർക്കും എന്തും എങ്ങനെയും ജീവിക്കാമെന്നല്ല, എവിടെ നോക്കിയും ജീവിക്കാമെന്നല്ല, മറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, പടച്ചവന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്ന യാദർശം ഇസ്ലാമാണ്. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 19-ാമത്തെ വചനം. അപ്പൊ പടച്ചവന്റെ അടുത്തേക്കുള്ള ഇസ്ലാം എന്ന് പറയുന്നത് ഈ സമർപ്പണമാണ്. ആ സമർപ്പണം ഞാൻ മുസ്ലിം ആയ മുഹമ്മദ് അക്ബർ, മുസ്ലിം പേരുള്ള ഇയാൾ അത് അനുഷ്ഠിച്ചാൽ, ആ സമർപ്പണം അനുസരിച്ച് സമർപ്പിച്ചാൽ എന്റെ ജീവിതത്തെ എല്ലാ രംഗത്തെയും പടച്ചവന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ എനിക്ക് ഭയപ്പെടാനൊന്നും. അതെ. അപ്പൊ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഷഹാദത്ത് സ്വീകരിച്ച മുഹമ്മദ് അക്ബറായ എം അക്ബർ സാഹിബ് ദൈവത്തിന്റെ നിയമമായ ഇസ്ലാം, ഖുർആന്, അതിന്റെ നിയമങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ച് ദൈവത്തിന് കീഴ്പ്പെട്ടാൽ അദ്ദേഹത്തിന് ഭയപ്പെടാനൊന്നുമില്ല. ഇതാണ് ഖുർആനിന്റെ ഇല്ലല്ലദീന ആമനു എന്ന് പറയുന്നതിന്റെ. ഇനി ബാക്കി. അപ്പൊ വിശ്വാസികൾക്ക് ഖുർആനും സുന്നത്തും മുഹമ്മദ് നബിയുടെ മാതൃകയും ഒക്കെ സ്വീകരിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ മുസ്ലിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നുള്ളത് ക്രിസ്ത്യാനികളും ജൂതന്മാരും അല്ലേ. അതിന് ഒരു ക്രിസ്ത്യാനി ചേട്ടന്റെ സുഹൃത്തിന്റെ ഉദാഹരണത്തിലൂടെ അക്ബർ സാഹിബ് വിശദീകരിച്ചു. എന്റെ സുഹൃത്ത് ജോസഫ് ക്രിസ്ത്യാനി, അയാളുടെ പേര് ക്രിസ്ത്യാനിയാണ്. അയാൾ ജനിച്ചത് ആ ക്രിസ്തു മത സമൂഹത്തിലാണ്. പക്ഷെ അയാൾ സന്നദ്ധമാക്കുകയാണ്. അയാളുടെ ജീവിതത്തെ പൂർണ്ണമായും ദൈവിക മാർഗനിർദ്ദേശം അനുധാവനം ചെയ്തുകൊണ്ടാണെങ്കിൽ അതിൽ അയാൾക്ക് ഭയപ്പെടാനില്ല. അത് ഏത് മതത്തിൽ ജനിച്ചവനാണെങ്കിലും. നോട്ട് ദ പോയിന്റ്, ഏത് മതത്തിൽ ജനിച്ചവനാണെങ്കിലും. അതായത് ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് ജോസഫോ
എന്തോ പേര് പറഞ്ഞു. അദ്ദേഹം ഇതേ ദൈവത്തിന്റെ, ഏത് ദൈവത്തിന്റെ? അക്ബർ സാഹിബ് പറഞ്ഞ അതേ ദൈവത്തിന്റെ വിധിവിലക്കുകൾ അംഗീകരിക്കാൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി തയ്യാറാവുകയും സന്നദ്ധനായി മുന്നോട്ട് വരികയും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിനും ഭയപ്പെടാനില്ല. അദ്ദേഹം ഏത് മതത്തിൽ ജനിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ വൃത്തിക്ക് പറഞ്ഞുതരും. കാത്തിരിക്കും, ക്ഷമിച്ച് ഇരിക്കും. ഈ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടി പറഞ്ഞാൽ കാര്യം വ്യക്തമാകും. ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്ന പശ്ചാത്തലം മദീനയിലെ യഹൂദന്മാർക്ക്, ലോകത്തെങ്ങുമുള്ള യഹൂദന്മാർക്കുള്ളതുപോലെ തന്നെ ഒരു വാദമുണ്ട്. അതെന്താണ്? ഇസ്രായേൽ തറവാട്ടിൽ ജനിച്ചവരാണ് അള്ളാഹുവിന്റെ പ്രത്യേകക്കാർ. പഠിച്ചവൻ സെലക്ട് ചെയ്ത ആളുകളാണ് അവർ മാത്രമാണ് സ്വർഗലോകത്തിന് അർഹരാകുന്ന ആളുകൾ. രക്ഷപ്പെടുന്നത് അവരാണ്. അവർ അള്ളാഹുവിന്റെ ചൂസൺ പീപ്പിൾ. എപ്പോഴും കണ്ടില്ലേ, ഇസ്രായേൽ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് അവിടെയുള്ള ഫലസ്തീനികളോട് വളരെ മനുഷ്യരല്ലാത്ത രൂപത്തിൽ പെരുമാറുന്നത് ചോദിച്ചാൽ, ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന അഹങ്കാരമാണ് അതിന്റെ അടിത്തറ. ആ അഹങ്കാരം അവർ പറഞ്ഞിരുന്നത്, അവർ ജനിച്ചത് യഹൂദനായിട്ടാണെങ്കിൽ അവർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്നതാണ്. അഹങ്കാരം, ദൈവം തെരഞ്ഞെടുത്ത പ്രത്യേക ജനവിഭാഗം, അവർക്ക് മാത്രം രക്ഷ എന്ന് തുടങ്ങിയിട്ടുള്ള ഭീകരമായ മനുഷ്യത്വ വിരുദ്ധമായ അന്ധവിശ്വാസങ്ങൾ പേറുന്നവരാണ് കൂട്ടരെ ജൂതന്മാര്. അപ്പൊ നമ്മളൊക്കെ സാഹിബേ, എന്താ നമ്മളെ വിശ്വാസം? ഇത് കേൾക്കുമ്പോൾ വിശ്വാസികൾ ആലോചിക്കേണ്ട, എന്താ നമ്മളെ വിശ്വാസം? ഇതൊക്കെ നിങ്ങളുടെ വിശ്വാസല്ലേ? ജൂതന്മാർ മുസ്ലിങ്ങളെ വേട്ടയാടുന്നത് അവരെ മനുഷ്യരായി കാണാത്തത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. മനുഷ്യത്വരഹിതമായ അക്രമങ്ങളെ പൂർണ്ണമായിട്ട് അപലപിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്താ ഇസ്ലാമിന്റെ വിശ്വാസം? ഇസ്ലാമിനെ മതമായിട്ട് അംഗീകരിക്കാത്തവരെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? അവർ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശം എന്ന് എഴുതി വെച്ച കിതാബ് ഏതാണ് സാഹിബേ? മുസ്ലിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് ഖുർആനിലില്ലേ സാഹിബേ? ഇസ്ലാം മതത്തെ മതമായി അംഗീകരിക്കാത്തവരോട് പരുഷത പുലർത്തണമെന്നും അവരോട് യുദ്ധം ചെയ്യണം എന്നും ഖുർആനിലില്ലേ സാഹിബേ? മുസ്ലിമായവർ മാത്രമേ മോക്ഷം ലഭിക്കൂ, സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്ന് ഇസ്ലാമിലില്ലേ സാഹിബേ? എന്തിനങ്ങൾ ജൂതന്മാരെ തലയിൽ മാത്രം കെറ്റിവെക്കുന്നത്? ജൂതന്മാരുടെ വല്യപ്പമാരാണ് ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആശയപരമായി, അഹങ്കാരത്തിൽ, മറ്റുള്ളവരെ കുറിച്ചുള്ള മോശമായ കാഴ്ചപ്പാടിൽ ജൂതന്മാര് മോശക്കാരാണ് എന്നല്ല. ഇസ്ലാമിനോളം വരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ എന്ത് മനുഷ്യന്മാരാണ് ഈ ജൂതന്മാര്, എന്ത് വിശ്വാസമാണ് ഈ ജൂതന്മാർക്ക്, ഇങ്ങനെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ എന്നാണ്. ഇതിലിപ്പോ ആകെയുള്ള പ്രശ്നം എന്താ? അവരുടെ വിശ്വാസം അനുസരിച്ച് ഒരാൾ ജൂതനാവുന്നത് ജന്മം കൊണ്ടാണ്. ആ അന്ധവിശ്വാസമാണ് അള്ളാഹ് പൊളിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളി. ഇതേപോലെ തന്നെ ക്രൈസ്തവർക്കിടയിലും രക്ഷ നിർണയിക്കുന്നത് ജനനപാട്, അല്ലെങ്കിൽ ആ പാപത്തോടു കൂടിയാണ് മനുഷ്യരെല്ലാം ജനിക്കുന്നത് എന്നും ആ പാപരഹിതമാകണമെങ്കിൽ കേവലം മാമോദിസ മതി എന്നുമുള്ള ഒരു ചിന്ത, ഇതെന്നുമുള്ളതാണ് ജ്ഞാനസ്നാനം എന്ന് പറയും. ആ ജ്ഞാനസ്നാനം കഴിഞ്ഞാൽ പാപമോചിതനാവുകയും പൂർണ്ണമായി ശുദ്ധനാവുകയും ചെയ്യും. അങ്ങനെയാണ് ഒരാൾക്ക് വിമോചനം ലഭിക്കുക എന്നുള്ള ചിന്ത. ഇവിടെയാണ് പരിശുദ്ധ ഖുർആൻ അത് തിരുത്തുന്നത്. പരിശുദ്ധ ഖുർആൻ ഒരൊറ്റ തിരുത്തലാണ്. എന്താ തിരുത്തിയ? ജൂതന്മാര് ജന്മം കൊണ്ട്, അവരുടെ വംശം കൊണ്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന അന്ധവിശ്വാസം ഇസ്ലാം തിരുത്തി. പക്ഷെ ജൂതന്മാർ മാത്രമാണ് ശരിയെന്നും അവർ മാത്രമാണ് സ്വർഗാവകാശികൾ എന്നുള്ള അന്ധവിശ്വാസം കോപ്പിയെടുത്ത് വെച്ചു. ജന്മം കൊണ്ട് എന്നത് തിരുത്തി, ബാക്കിയൊക്കെ അതേപോലെ വെച്ചു. ജൂതന്മാരല്ലാത്തവരോട് മോശമായിട്ടുള്ള കാഴ്ചപ്പാടാണ് എന്ന് ഇസ്ലാമിന് അവരെ കുറിച്ച് ആക്ഷേപമുണ്ട്. ഇസ്ലാമിന് അതേ ആക്ഷേപം ജൂതന്മാരെ കുറിച്ചും മറ്റെല്ലാ മനുഷ്യരെ കുറിച്ചും മുസ്ലിം അല്ലാത്തവരെ കുറിച്ചൊക്കെ ഉണ്ട്. ഏറ്റവും മോശക്കാരാണ്. ബഹുദൈവ വിശ്വാസികളെ കുറിച്ച് ഖുർആന്റെ കാഴ്ചപ്പാട് അവർ നജസാണ് എന്നാണ്, അശുദ്ധമാണ് എന്നാണ്. അപ്പൊ അതങ്ങനെ എടുത്തു. ജന്മം കൊണ്ട് എന്നുള്ളത് മാറ്റിവെച്ചു. എന്നിട്ട് ക്രിസ്ത്യാനികളെ കുറ്റം പറയാ. ക്രിസ്ത്യാനികളെ കുറ്റം എന്താ? അവർ പാപത്തിലാണ് ജനിക്കുന്നത്, അവർ മാമോദീസയിലൂടെ അവർ പരിശുദ്ധിയിലെത്തും എന്ന് അവർക്കൊരു വിശ്വാസം ഉണ്ട് പോലും. അയ്യോ, എന്ത് മോശപ്പെട്ട വിശ്വാസം അല്ലേ സാഹിബേ? അതും ഖുർആൻ തിരുത്തി. ഖുർആൻ എന്താ തിരുത്തിയത്? ഖുർആൻ തിരുത്തിയത് മനുഷ്യർ ജനിക്കുന്നത് ശുദ്ധമായ ഫിത്രത്തിലാണ്. എങ്ങനെയാണ്? മുസ്ലിമായിട്ടാണ്.
പിന്നെ അവരെ ജൂതന്മാരും ക്രിസ്ത്യാനികളും യഹൂദന്മാരും അഗ്നി ആരാധകരും ബഹുദൈവ വിശ്വാസികളും ഒക്കെ മാറ്റുന്നത് അവരുടെ തന്തയും തള്ളയാണ്. ഓലാണ് കുഴപ്പക്കാര്. അള്ള ശുദ്ധമായ ഫിത്രത്തിൽ ജനിപ്പിച്ച കുട്ടീനെ കൊണ്ടുപോയിട്ട് ഹിന്ദു ക്രിസ്ത്യാനിയൊക്കെ ആക്കി. ഇതിനെ മോചിപ്പിക്കാൻ ക്രിസ്ത്യാനിറ്റിയിലെ മാമോദീസക്ക് പകരം ഇസ്ലാമിലുള്ളത് എന്താണ് സാഹിബേ? എന്താണ് ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ മതി. വെറുതെ എന്തിനാ കുട്ടീനെ പിടിച്ച് വെള്ളത്തിൽ മുക്കുന്നേ? എന്തിനാ കുട്ടീനെ തലയിൽ കൂടെ വെള്ളം കോരി ഒഴിക്കുന്നേ? ഒരു കലിമ ചൊല്ലിയാ പോരെ? ആൺകുട്ടിയാണെങ്കിൽ ഒരു ഇച്ചിരി സുന്നത്ത് കഴിച്ചാൽ പോരെ? ഈ രണ്ട് പ്രക്രിയയിലൂടെ അനായാസം മനുഷ്യർ തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിങ്ങളുടെ ഭാഗമായി മാറുകയും സ്വർഗത്തിന്റെ അവകാശികളായി മാറുകയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും അതുവരെയുള്ള പാപങ്ങളെല്ലാം മായ്ച്ചു കളയപ്പെടുകയും ചെയ്യും. അപ്പൊ ഇതിൽ തിരുത്തി എന്ന് പറഞ്ഞത് എന്താണ് സാഹിബ്? നിങ്ങളിപ്പോ തിരുത്തി എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ എന്ത് തിരുത്തി? പോട്ടെ, നമ്മുടെ വിഷയം അവിടെ ഒന്നും അല്ലാത്തത് കൊണ്ട് മുന്നോട്ട് പോകാം. ഇതൊന്നുമല്ല ശരി. മറിച്ച് നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നതല്ല, പ്രവാചകന്റെ അനുയായിയായി സഹാബിയാണ് എന്നതുകൊണ്ടോ, അതല്ലെങ്കിൽ ഖുർആന്റെ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്, അതേപോലെ തന്നെ മുസ്ലിം പേരുണ്ട് എന്നതുകൊണ്ടോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരാണ് എന്നതുകൊണ്ടോ ആരുടെയും രക്ഷയും ശിക്ഷയും തീരുമാനിക്കപ്പെടില്ല. മറിച്ച് അവർ അല്ലാഹുവിൽ വിശ്വസിക്കണം. അതാണ് തിരുത്തിയത്. അതായത് ജൂതനായി ജനിച്ചത് കൊണ്ടോ മാമോദീസ മുങ്ങിയത് കൊണ്ടോ നിങ്ങൾ ദൈവത്തിൽ മോക്ഷം കിട്ടൂല. നിങ്ങൾക്കൊരു പ്രത്യേകതയില്ല. പ്രത്യേകത ഉണ്ടാവണമെങ്കിൽ, മോക്ഷം കിട്ടണമെങ്കിൽ, ദൈവത്തിന് സ്വീകാര്യമാവണമെങ്കിൽ നിങ്ങൾ സുന്നത്ത് കല്യാണം കഴിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലണം. ഭയങ്കര തിരുത്തലാണ്, വിപ്ലവകരമായ ഒരു മാറ്റം, ലോകത്തന്ന് ഒരാർക്കും അറിയാത്തൊരു മാറ്റം. എങ്ങനെയുണ്ട്? പുതിയതല്ലേ? സൂപ്പർ അല്ലേ? എജ്ജാതി മാറ്റം. എന്റെ സാഹിബേ, ആ ചോദ്യം ചോദിച്ച ആളോട് അങ്ങനെ തന്നെയാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവണം എന്നൊറ്റ വാക്കി പറഞ്ഞെങ്കിൽ ഈ നാണക്കേടൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ? ആളിന്റെ സുഹൃത്ത് ഉദ്ധരിച്ച ആയത്തിലുള്ള ഒന്നാമത്തെ കണ്ടീഷൻ അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതോ ഒരു അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസമാണോ? പടച്ചവനായി മനസ്സിലാക്കാൻ കഴിയണം. പടച്ചവനെ കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിയണം. പടച്ചവനെ കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ പടച്ചവൻ 3 ദൈവങ്ങളിൽ ഒരാൾ മാത്രമാണ് എന്ന വീക്ഷണമാകുമ്പോൾ, അതല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് ഇസ്രായേലരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളവനാണ് എന്ന് പറയുമ്പോൾ അത് പടച്ചവനെ കൃത്യമായി മനസ്സിലാക്കലാവില്ല. പടച്ചവനെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ പടച്ചവൻ തന്നെ പഠിപ്പിക്കണം. ആ പടച്ചവൻ പഠിപ്പിച്ച പ്രമാണമനുസരിച്ച് പടച്ചവനിൽ മനസ്സിലാക്കിയാൽ അള്ളാഹുവിൽ വിശ്വസിക്കലായി. അപ്പോൾ അടുത്ത ചോദ്യം വരുന്നു, എവിടെയാണ് പടച്ചവൻ തന്നെ പടച്ചവനെ പഠിപ്പിക്കുവാൻ വേണ്ടി കൊടുത്തയച്ച പ്രമാണം എന്ന ചോദ്യം? അതായത് നേരത്തെ പറഞ്ഞ 2:62 3 ഭാഗങ്ങളാക്കി തിരിക്കാനുണ്ടാവും. ഒന്ന്, ആരും ആയിക്കൊള്ളട്ടെ എന്ന് നേരത്തെ പൊളിച്ചു. അതായത് ജൂതനായിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവൻ ഷഹാദത്ത് കലിമ ചൊല്ലണം, അപ്പോഴാണ് വിശ്വാസിയാവുക. മനസ്സിലായോ? അങ്ങനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥ ദൈവത്തെ വിശ്വസിക്കുക. യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹ്. അള്ളാഹുവിന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമിന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബീനെ അനുസരിക്കുക. ഇതാണ് വിശ്വാസം. ഇതല്ലാത്ത വിശ്വാസം ഒന്നും ശരിക്കുള്ള വിശ്വാസമല്ല. അപ്പൊ ഈ ആയത്തിനെ മറ്റേ ആയത്തുകളോട് ബ്ലെൻഡ് ചെയ്യാൻ കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ഒന്നാമത്തെ കാര്യം വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലുള്ള വിശ്വാസം അല്ലെങ്കിൽ മുസ്ലിം ആവുക എന്ന നിബന്ധന. അതാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. ഇനിയുള്ളത് അന്ത്യനാളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അന്ത്യനാൾ കൂടി ഒന്ന് വിശദീകരിച്ചു. രണ്ടാമതായി ഖുർആൻ പറയുക മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവനാകണമെന്നാണ്. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണാനന്തര ജീവിതം എങ്ങനെയാണ് എന്ന് പടച്ചവൻ പഠിപ്പിച്ചോ അങ്ങനെ വിശ്വസിക്കണം. അല്ലാതെ മരിച്ചതിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ള കേവല വിശ്വാസമല്ല. അങ്ങനെ വിശ്വസിക്കുന്നവർ തന്നെ വ്യത്യസ്ത വീക്ഷണങ്ങളുള്ളവരുണ്ട്. ഈ ഭൂമിയിൽ തന്നെ പുനർജനിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളുടെ വ്യത്യാസത്തിനനുസരിച്ച് ഉള്ള പുനർജന്മത്തെ കുറിച്ചുള്ള വീക്ഷണങ്ങളുള്ളവരുണ്ട്. മരണാനന്തര ജീവിതത്തിൽ സ്വർഗം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവരുണ്ട്. നരകത്തിൽ ഒരാളെയും പറഞ്ഞയക്കില്ല എന്ന് കരുതുന്നവരുണ്ട്. നരകവും സ്വർഗവുമെല്ലാം കേവലം ആത്മീയമായ അനുഭൂതികൾ മാത്രമാണെന്ന് കരുതുന്നവരുണ്ട്. നരകവും സ്വർഗവുമെല്ലാം ശരിക്കും ശാരീരികമാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്, വിശ്വസിക്കുന്നവരുണ്ട്.
ഇവർക്കിടയിൽ എന്താണ് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണോ യഥാർത്ഥത്തിലുള്ളത് അതാണ്. അത് മരണാനന്തര ജീവിതത്തെ സജ്ജമാക്കിയ പടച്ചവൻ തന്നെ നമുക്ക് അറിയിച്ചു തരണം. ഓക്കെ, അപ്പൊ ഇനി ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുൽ വിശ്വസിക്കലാണെന്ന് മനസ്സിലാക്കി. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് അന്ത്യനാളിൽ വിശ്വസിക്കാന്നാണ്. അന്ത്യനാളിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പലതരം മോക്ഷവിശ്വാസങ്ങളുണ്ട്. പുനർജന്മ വിശ്വാസമുണ്ട്, സ്വർഗനരക വിശ്വാസമുണ്ട്, ഇതൊന്നുമില്ലാത്ത വിശ്വാസമുണ്ട്. അതുപോലെ യഥാർത്ഥത്തിലുള്ള മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള വിശ്വാസം. യഥാർത്ഥത്തിലുള്ള മരണാനന്തര വിശ്വാസം എവിടെ കിട്ടുക? അത് യഥാർത്ഥ അള്ളാഹു പഠിപ്പിച്ചു തരണം. യഥാർത്ഥ അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരാ? നേരത്തെ പറഞ്ഞു, അള്ളാഹു. യഥാർത്ഥ അള്ളാഹുവിനെ പഠിപ്പിക്കൽ അധ്യാപനം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ കിട്ടും? ഖുർആനിലും തിരുസുന്നത്തിൽ കിട്ടും. അപ്പൊ എന്ത് വിശ്വസിക്കണം? ദൈവത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കണം. അന്ത്യനാളിൽ എന്ന് പറഞ്ഞാൽ ഖുർആനിലും ഹദീസിലുള്ളത് പ്രകാരമുള്ള അന്ത്യദിനത്തിൽ വിശ്വസിക്കണം. കൺഫ്യൂഷൻ തീർന്നല്ലോ. ചോദ്യകർത്താവ് വെറുതെ ഒരു ചോദ്യം കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. സാഹിബ് പറഞ്ഞ സത്യസന്ധമായ കാര്യമാണ്. ഞാൻ സാഹിബിന് ഈ കാര്യത്തിൽ പൂർണ്ണമായി പിന്താങ്ങുന്നു. മൂന്നാമതായി അമല സ്വാലിഹാത്ത് ചെയ്യണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഒരു കാര്യം സൽക്കർമ്മമാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകും? നമുക്ക് തോന്നിയാൽ മതിയോ സൽക്കർമ്മമാണ് എന്ന്? തീർച്ചയായും പോരാ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നമുക്ക് സൽക്കർമ്മമാണ് എന്ന് തോന്നിയാൽ മതി എന്നാണെങ്കിൽ ലൈംഗിക തൊഴിൽ എന്ന് വിളിക്കപ്പെടുന്ന തൊഴിലടക്കം സൽക്കർമ്മമാണ് എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ എഴുതിയ നളിനി ജമീല അവരുടെ ആത്മകഥയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് ഞങ്ങൾ ചെയ്യുന്നത് സമൂഹത്തിന് ഏറ്റവും വലിയ സേവനമാണ് എന്നാണ്. കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ദാരിദ്ര്യം കൊണ്ട് പൊട്ടാൻ നിൽക്കുന്ന സാമൂഹിക ഘടനയിൽ അവിടെ ഒരു പ്രഷർ കുക്കറിന്റെ സേഫ്റ്റി വാൽവ് പോലെയുള്ള ഒരു സേഫ്റ്റി വാൽവാണ് ഞങ്ങളതാണ്. അവരുടെ വീക്ഷണത്തിൽ അവർ ചെയ്യുന്ന സേവനമാണ്. പിന്നുള്ള നന്മ സൽക്കർമ്മം പ്രവർത്തിക്കാറ്. സൽക്കർമ്മം എന്താന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാവുക? ഇപ്പോ ഇവിടുത്തെ നളിനി ജമീലയുടെ കഥയൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ ആത്മകഥയിലെ അംശമൊക്കെ എടുത്തിട്ട് പറഞ്ഞു, ആ ശരിയാട്ടോ, ഇസ്ലാം ഇല്ലെങ്കിൽ ആകെ നന്മയില്ലാണ്ട് തിന്മ ആയി ആകെ തൂഫാനായതെന്ന് പറയും. സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് കേരളത്തിലും ഇന്ത്യയിലും ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലത്തെ പ്രഷർ കുക്കർ പോലെ പിന്നെ അമിതമായ സമ്മർദ്ദത്തിനടിപ്പെട്ടിട്ട് ആളുകളുടെ ലൈംഗിക തൃഷ്ണകൾ കടക്കുന്നത്? ആ വാൽവിന് പകരം 3-4 ടാപ്പ് ഫിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ 3-4 ടാപ്പുകൾ തന്നെ പ്രഷർ കുക്കറിന് വാൽവെന്നല്ല ഇസ്ലാമിലെ ലൈംഗിക ചോദന എന്ന് പറയുന്ന ആ വികാരങ്ങൾ പ്രഷർ കുക്കർ പോലെ അങ്ങനെ നിൽക്കൂല. കാരണം 4 കല്യാണം കഴിക്കാം, ആവശ്യത്തിന് അടിമ സ്ത്രീകളെ വെക്കാം. പിന്നെ പ്രഷർ കുക്കർ പിന്നെന്തിന് വാൽവ് പ്രത്യേകം? അതുകൊണ്ട് കേരളത്തിനെ കമ്പയർ ചെയ്യേണ്ട സാഹിബ്. കേരളം എവിടെ കിടക്കണേ, ഇസ്ലാം എവിടെ കിടക്കണേ, അത് വിട്ടാളി. അപ്പൊ നന്മ തിന്മകൾ നമ്മൾ എവിടെ കിട്ടും? നന്മ തിന്മകൾ ദൈവത്തിന്റെ ഗ്രന്ഥത്തിൽ കിട്ടും. ദൈവത്തിന്റെ ഗ്രന്ഥം എവിടെ കിട്ടും? അത് അള്ളാഹുവിന്റെ ദൂതർ കൊടുത്തയച്ചത് മുഖാന്തരം കിട്ടും. എന്ന് പറഞ്ഞാൽ എവിടെ കിട്ടും? ഖുർആനിൽ കിട്ടും. എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിപ്പിച്ച മുഹമ്മദ് നബി പഠിപ്പിച്ച അള്ളാഹുവിൽ വിശ്വസിക്കുകയും ഖുർആനിലും മുഹമ്മദ് നബി പഠിപ്പിച്ച അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും ഖുർആനും മുഹമ്മദ് നബി പഠിപ്പിച്ച മാതൃക അനുസരിച്ചുള്ള നന്മതിന്മകളും പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരാണ് മേൽപ്പറഞ്ഞ 262 വിവക്ഷ എന്നാണ് സാഹിബ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ എന്തായി? ഇന്നദ്ദീന ഇന്നല്ലാഹിൽ ഇസ്ലാമിലേക്ക് സ്യൂട്ടായി. അള്ളാഹുവിന്റെ മതമല്ലാത്തൊരു മതത്തെ നിങ്ങൾ മതമായിട്ട് സ്വീകരിക്കുകയാണോ എന്ന് ചോദിക്കുന്നതിനെ കുറിച്ച് സലാമത്തായി. ഈ പറഞ്ഞ നിങ്ങൾ സൽക്കർമ്മം പ്രവർത്തിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും അന്ത്യനാളിൽ വിശ്വസിക്കുകയും ചെയ്തവർ അവരാരായിക്കൊള്ളട്ടെ, അവർക്ക് നാളെ പേടിക്കാനില്ല. അവർ ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ആരോ ആയിക്കൊള്ളട്ടെ എന്ന ഖുർആൻ വചനം എന്തിൽ ലയിച്ചു? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന വചനത്തിൽ ലയിച്ചു. എങ്ങനെ ലയിച്ചു? അക്ബർ സാഹിബിൽ ലയിപ്പിച്ചു. ഇത് അക്ബർ സാഹിബ് ലയിപ്പിച്ചതാണോ? അല്ല, ഇത് ഖുർആൻ തന്നെ ലയിപ്പിച്ചിട്ടുണ്ട്, മുഹമ്മദ് നബി തന്നെ ലയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ക്രിസ്ത്യാനി ജൂതൻ എന്നൊക്കെ പറഞ്ഞതോ? അവരാരായാലും കുഴപ്പമില്ല, ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ മതിയെന്ന്. നിങ്ങൾക്ക് തിരിഞ്ഞ സാധനം കിട്ടി? ഞങ്ങൾക്ക് സാഹിബ് തന്നെ പറഞ്ഞുതരും. പലിശ കൊണ്ട് കൊടുക്കുന്ന ബാങ്കുകൾ പറയുന്നത് അവർ ചെയ്യുന്നത് സേവനമാണെന്നാണ്. അതേപോലെ തന്നെ ലോട്ടറി കൊണ്ട് ചൂഷണങ്ങൾ നടത്തുന്നത് അവർ ചെയ്യുന്നത് സേവനമാണെന്നാണ്. അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ചൂഷണ മുറകളിലൂടെ മനുഷ്യരെ ചെയ്യുന്ന ആളുകൾ സേവനമാണ്, ശരിയാണ് എന്ന് വിചാരിക്കുന്നു. അവിടെ ശരി തെറ്റുകൾ
നമ്മളെ പഠിപ്പിക്കേണ്ടത് പടച്ചവനാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പടച്ചവൻ പറഞ്ഞ ശരി ചെയ്തുകൊണ്ട് ജീവിച്ചാൽ, പടച്ചവൻ ചെയ്ത തെറ്റുകളിൽ നിന്ന് അകന്നുകൊണ്ട് ജീവിച്ചാൽ അതാണ് അമലി സ്വാലിഹാത്ത് ചെയ്യാന്ന്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾ നേരെ പള്ളിയിലെ ഒരു ഉസ്താദിന്റെ അടുത്തേക്ക് ചെല്ലാം. സത്യവിശ്വാസികളായിട്ടുള്ള മുഅ്മിനുകളായിട്ടുള്ള ആൾക്കാരോട് ഞാൻ പറയുകയാണ്, അള്ളാഹു പഠിപ്പിച്ച നന്മ തിന്മയുടെ ആഴം മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ നേരത്തെ സേഫ്റ്റി വാൽവിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞു, ക്ലിയർ ആയിട്ട് പറഞ്ഞത്. നേരെ പള്ളിക്കൽ ഉസ്താദിന്റെ അടുത്തേക്ക് ഇല്ല, ജുമയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വട്ടം നിന്നിട്ട് ആളുകളൊക്കെ പോയി കഴിയുമ്പോൾ പതിയെ ഉസ്താദിന്റെ അടുത്തില്ല, ഖതീബിന്റെ അടുത്തില്ല, ഉസ്താദെ ഒരു സംശയം ചോദിക്കേണ്ടിയിരുന്നു. ഈ നന്മയും തിന്മയൊക്കെ എന്ന് പറഞ്ഞാല് ഇസ്ലാമിലുള്ളതാണല്ലോ നന്മ, ഇസ്ലാം പഠിപ്പിക്കാത്തതൊക്കെ തിന്മയാണല്ലോ. അപ്പൊ ഉസ്താദ് എനിക്കൊരു സംശയം, ഈ സ്വയംഭോഗം നന്മയാണോ തിന്മയാണോ? സ്വയംഭോഗം മാസ്റ്റർ ബാഷ് നന്മയാണോ തിന്മയാണോ? ഉത്തരം അറിയാവുന്നവർ എഴുതൂ സുഹൃത്തുക്കളെ, ഉത്തരം എഴുതാവുന്നവർ എഴുതൂ. സ്വയംഭോഗം നന്മയാണോ തിന്മയാണോ? തിന്മ. ആർക്ക സംശയം? സ്വയംഭോഗം ചെയ്യുന്നവന്റെ കൈകൾ ഗർഭിണികളായ നിലയിൽ നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടും എന്നാണ് പറയുന്നത്. സ്വയംഭോഗം ചെയ്തവന്റെ കൈ കൊണ്ടാണെങ്കിൽ കേട്ടോ, മുഷ്ടിമൈഥുന്യം എന്നൊക്കെ പറയില്ലേ. ഈ തിന്മയിൽ ഏർപ്പെട്ടവന്റെ കൈകൾ നാളെ ഗർഭിണികളായ നിലയിൽ പരലോകത്ത് മഹ്ശറയിൽ എത്തപ്പെടുന്നത്. ആലോചിച്ച് നോക്കണം ആ തിന്മയുടെ ആഴം, വ്യാപ്തി. അതേ സമയത്ത് നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കുക അത് തിന്മയാണെന്ന്. മനസ്സിലായി ഉസ്താദ്, ശരിയാണ്, തിന്മയാണ്, വലിയ തിന്മയാണ്, കഠോരമായ കൊടുമൈ, എന്നാ കൊടുമൈ സാർ, ഇപ്പടിയെല്ലാം പണ്ണക്കൂടാതെ എന്ന് പറഞ്ഞു കൊടുക്കും ഉസ്താദ്. അപ്പൊ ഉസ്താദിനോട് ചോദിക്കാമല്ലോ, ഉസ്താദെ യുദ്ധത്തിന് പോയിട്ട് അവിടെ കിട്ടുന്ന അടിമ സ്ത്രീകൾ, ആ അടിമ സ്ത്രീകളുടെ ഭർത്താവ് അവിടെ ജീവനോടെ ഉണ്ട്, പക്ഷെ എനിക്ക് വിഹിതത്തിൽ കിട്ടി. എന്ത്? 5-1 നബിക്ക് കൊടുത്ത് ബാക്കി വീതം വെച്ചെടുത്തല്ലോ. അപ്പൊ വിഹിതത്തിൽ കിട്ടിയ അടിമ സ്ത്രീ ഭർത്താവ് അവിടെ ഉണ്ട്, എനിക്ക് അവരെ ഭോഗിക്കാമോ ഉസ്താദെ? അത് ഹലാലാണോ? നന്മ തിന്മ പഠിപ്പിക്കാൻ വന്ന ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ ഉസ്താദ് പറഞ്ഞു തരുന്ന ഉത്തരം എന്തായിരിക്കും? അറിയാവുന്നവർ കമന്റ് ബോക്സിൽ എഴുത്, വിശ്വാസികൾ എഴുത്, ബേജാറാവണ്ട. കുറെ ആൾക്കാർ നൗഷാദ് ഹസനിന്റെ പിന്നാലെ കൂടിക്കണേ. മുഹമ്മദ് നബി ഏതെങ്കിലും സ്ത്രീനെ, കല്യാണം കഴിഞ്ഞ സ്ത്രീനെ കണ്ടാൽ അവളെ കെട്ടണം എന്ന് ആഗ്രഹിച്ചാൽ ഭർത്താവ് കാര്യം തീർക്കാൻ നിർബന്ധിതനാകും, അവന്റെ ബാധ്യതയാണ് എന്നൊക്കെ പറഞ്ഞതിന് നൗഷാദ് ഹസനിന്റെ തലമണ്ട മാന്തി പൊളിക്കുന്ന അനിൽ മുഹമ്മദിനെയൊക്കെ കണ്ടു. അത് നമുക്ക് നാളെ പരിശോധിക്കാം. നന്മ തിന്മ വ്യവച്ഛേദിക്കാമെന്ന പ്രവാചകനും ഗ്രന്ഥവും വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഉസ്താദിനോട് ചോദിച്ചാൽ ഉസ്താദ് പറഞ്ഞു തരുന്നത് അത് തിന്മയാണോ അതോ ഹലാലാണോ? ആ കുഴപ്പമൊന്നുമില്ല. ഏത്? കുഴപ്പമൊന്നുമില്ല. സ്വയംഭോഗം ഹറാമും അടിമഭോഗം ഹലാലുമാക്കി വെച്ച മതം. ഈ നന്മ തിന്മേനെ കുറിച്ചും സേഫ്റ്റി പ്രഷർ വാൽവിനെ കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇനി ബാക്കി കേൾക്കാം. അപ്പോ അങ്ങനെയാണെങ്കിൽ എല്ലാവരും രക്ഷപ്പെടും. ഒരു സംശയമില്ല. പടച്ചവൻ പറഞ്ഞതാണ് എന്ന് ഉറപ്പുണ്ടാകണം. പടച്ചവൻ പറഞ്ഞതാണ് എന്ന് ഉറപ്പ് ഉണ്ടാകണമെങ്കിൽ നമുക്കത് പരിശോധിക്കാൻ പറ്റണം. അവിടെയാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ കടന്നു വരുന്നത്. പടച്ചവൻ പറഞ്ഞതാണ്, ദൈവികമാണ് എന്ന് 100% ഉറപ്പിക്കാൻ കഴിയുന്ന പ്രമാണങ്ങൾ. അത് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ കളങ്കരഹിതമായ ദൈവിക ഗ്രന്ഥമാണ്. കളങ്കമില്ലാത്ത ദൈവിക ഗ്രന്ഥം. അത് ദൈവികമാണോ എന്ന് ആർക്കും പരിശോധിക്കാം, ആർക്കും പഠനത്തിന് വിധേയമാക്കാം. അവർക്ക് ബോധ്യപ്പെട്ടാൽ അത് ദൈവികമായ സ്രോതസ്സായി അവർ. അപ്പൊ എന്താണ് ദൈവികമായ വേദഗ്രന്ഥം അല്ലെങ്കിൽ അറിവിന്റെ സ്രോതസ്? നന്മ തിന്മ വ്യവച്ഛേദിക്കാൻ വന്ന ഗ്രന്ഥം, ദൈവികമായ ഏക ആശയം എന്ന് പറഞ്ഞ ഇസ്ലാമാണ് കൂട്ടരെ. ഏക ഗ്രന്ഥം ഖുർആനാണ്, പിന്നുള്ളത് സുന്നത്താണ്. അത് നിങ്ങൾക്ക് ആർക്ക് വേണേലും പരിശോധിക്കാം, എങ്ങനെ വേണേലും പരിശോധിക്കാം. ചില റോഡ് സൈഡ് മജീഷ്യൻസ് നമ്മളോട് പറയില്ലേ, നിങ്ങൾ നോക്കിക്കോളി, നിങ്ങൾ പിടിച്ചു നോക്കിക്കോളി, നിങ്ങൾ തൊട്ടോക്കിക്കോളി. എന്നിട്ട് എന്തൊക്കെ പരിശോധിക്കണം? ഖുർആൻ ദൈവികമാണോ എന്ന് പരിശോധിക്കാം. അതും മാത്രം പോരെങ്കിൽ നിങ്ങൾ മുഹമ്മദ് നബീന്റെ തിരുസുന്നത്തും കൂടി പരിശോധിച്ചോളി എന്നാണ്.
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രവാചകത്വ ജീവിതത്തിന്റെ 23 വർഷങ്ങളെ ആർക്കും പരിശോധനാ വിധേയമാക്കാം. പ്രവാചകന്റെ ജീവിതത്തെ പഠന വിധേയമാക്കാം. ആ പഠന വിധേയമാക്കിയാൽ, സത്യസന്ധമായി പഠിച്ചാൽ അദ്ദേഹം ദൈവത്താൽ പടച്ചവനാൽ നിയോഗിക്കപ്പെട്ട ദൂതനാണ് എന്ന് പൂർണ്ണമായി ബോധ്യപ്പെടും. അപ്പോൾ അദ്ദേഹം ഈ കാര്യത്തിലൊരു പ്രമാണമാണ് നമുക്ക് മനസ്സിലാകും. മനസ്സിലായി. അങ്ങനെ മുഹമ്മദ് നബിന്റെ ചര്യകൾ, നാളിതുവരെയുള്ള ചെയ്തികൾ എല്ലാം, സമ്പർക്കം എല്ലാം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ബുദ്ധിയുള്ളവരാണെങ്കിൽ കേട്ടോ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, നിങ്ങൾ സത്യത്തെ അംഗീകരിക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. എന്ത്? മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് മനസ്സിലാകും, ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് മനസ്സിലാകും. അങ്ങനെ മനസ്സിലായാൽ പിന്നെ നിങ്ങൾ മുസ്ലിം ആകും, പിന്നെ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ മനസ്സിലായില്ലെങ്കിലോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വരും. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ, ബോധ്യപ്പെടുന്നില്ല എങ്കിൽ അതിനൊരൊറ്റ ഉത്തരവുള്ള കൂട്ടരെ, നിങ്ങൾ സത്യസന്ധമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ സത്യസന്ധമായിട്ട് അതിനെ പരിശോധിച്ചിട്ടില്ല, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ടില്ല. സത്യസന്ധമായി പരിശോധിച്ചാൽ മുഹമ്മദ് നബിന്റെ പ്രവാചകത്തെ മനസ്സിലാവും, ഖുർആൻ അള്ളാന്റെ എന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് സത്യസന്ധത ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിയില്ല. ഈ രണ്ട് കാര്യം. പിന്നെ പ്രശ്നം തീർന്നില്ലേ? എത്ര ലളിതമായിട്ടാണ് സാഹിബ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഖുർആൻ വചനത്തെ നിർദ്ധരിച്ചെടുക്കുന്നത് നോക്കൂ. പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ജീവിതവുമാണ് നന്മ തിന്മകളെ വ്യവച്ഛേദിക്കുന്ന, ശരിതെറ്റുകളെ വ്യവച്ഛേദിക്കുന്ന, എങ്ങനെ പടച്ചവനെ മനസ്സിലാക്കണമെന്ന് പഠിപ്പിക്കുന്ന, മരണാനന്തര ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് മനസ്സിലാക്കി തരുന്ന, ഇന്ന് നിലനിൽക്കുന്ന കളങ്കമില്ലാത്ത പ്രമാണങ്ങൾ മറ്റു പ്രമാണങ്ങളിൽ ഇല്ല എന്നല്ല, അവയിൽ മനുഷ്യവചനങ്ങളും ദൈവിക വചനങ്ങളും കൂടിക്കുഴഞ്ഞ് കളങ്കിതമായി സ്ഥിതി ചെയ്യുന്നു. ഇവിടെ കളങ്കരഹിതമായ പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങൾ നമുക്ക് മുന്നിൽ വരച്ചു തരുന്ന രൂപത്തിൽ ആർ പടച്ചവനിൽ വിശ്വസിച്ചു, ആർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചു, ആർ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു, അവർ രക്ഷപ്പെടും, സംശയമൊന്നുമില്ല. അത് പക്ഷേ സർവമത സത്യവാദമല്ല. ഏത് വിഭാഗത്തിൽപ്പെട്ടാലും, മുസ്ലിമായി ജനിച്ച, മുസ്ലിം സമൂഹത്തിൽ ജനിച്ചയാളാണെങ്കിലും, ക്രിസ്ത്യൻ സമൂഹത്തിൽ ജനിച്ചയാളാണെങ്കിലും, സാബികളിൽപ്പെട്ടയാളാണെങ്കിലും, ജൂതന്മാരിൽപ്പെട്ടയാളാണെങ്കിലും, അവർ ആരാണെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്താൽ അവർ രക്ഷപ്പെടുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് ഖുർആനിലെ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന വചനത്തിന്റെ ഒരു വ്യാഖ്യാനം മാത്രമാണ്, അതല്ലാതെ വചനത്തിന് വിരുദ്ധമായ ഒന്നല്ല എന്ന് മനസ്സിലാക്കണം. മനസ്സിലായോ? അപ്പൊ ഇത് നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാമിലേക്ക് ഈ വചനത്തെ ലയിപ്പിക്കുകയായിരുന്നു. കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ കർമ്മം നിർവഹിച്ചിട്ടുണ്ട്. ആര് എങ്ങനെ ജനിച്ചു, എവിടെ ജനിച്ചു എന്നുള്ള പ്രസക്തമല്ല. മുഹമ്മദ് നബിയെ പ്രവാചകനായും, ഖുർആനിനെ ദൈവിക ഗ്രന്ഥമായും, ഇസ്ലാമിനെ ദൈവിക ആദർശമായും അതിനെ പൂർണ്ണമായി കീഴ്പ്പെട്ടാൽ, അയാൾ ജൂതനായിരുന്നതോ ക്രിസ്ത്യാനി ആയിരുന്നോ ഒന്നും കുഴപ്പമില്ല. അയാൾ മുസ്ലിം ആയാൽ, ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ, മുസ്ലിമായാൽ, എന്റെ പൊന്നാര സാഹിബെ, അവിടെ കൊണ്ട് പ്രശ്നം തീരൂലല്ലോ. ഇത് വർഗീയത തന്നെയാണ്, ഇത് ഗോത്രീയത തന്നെയാണ്, ഇത് മറ്റേതിന്റെ വിശദീകരണമാണ് എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരൂല. കാരണം എന്താ? ഇതൊക്കെ ചെയ്തവരെയാണ് ഈ ഖുർആൻ വചനത്തിന്റെ തുടക്കത്തിൽ വിശ്വസിച്ചവർ, പ്രവാചകനിൽ വിശ്വസിച്ചവർ എന്ന് പറഞ്ഞത്. ആ പ്രവാചകനിൽ വിശ്വസിച്ചവരോ ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ബഹുദൈവ വിശ്വാസികളോ ആയിക്കൊള്ളട്ടെ, ദൈവത്തിൽ വിശ്വസിക്കുകയും, അള്ളാഹു എന്ന് പറഞ്ഞാൽ ബൈബിളിലൊക്കെ ദൈവത്തിന് അള്ളാഹ് എഴുതിയണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുകയും അന്ത്യനാളിൽ വിശ്വസിക്കുകയും ചെയ്ത് സൽക്കർമ്മം പ്രവർത്തിച്ചവർ, അവർ മുഹമ്മദിൽ വിശ്വസിച്ച മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ജൂതന്മാരോ സാബികളോ ആരുമായിക്കൊള്ളട്ടെ എന്ന ഖുർആൻ വചനം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്ന വചനത്തിന്റെ വ്യാഖ്യാനമായി ലളിതമായി അതിൽ ലയിപ്പിക്കാൻ കഴിയില്ല. പിന്നെ എന്താ സാധ്യത? ആ സാധ്യത ഞാൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞുതരാം. ഇവിടെ ചോദ്യകർത്താവ് ആ ചോദ്യം ആവർത്തിക്കുകയാണ്. ഉപചോദ്യം എന്ന നിലക്ക് അദ്ദേഹം ആ ചോദ്യം ഒന്നുകൂടി സ്ട്രെസ് ചെയ്യാണ്. ഇവിടെ രണ്ട് ഖുർആൻ വചനങ്ങളുടെ ആശയങ്ങൾ പരസ്പര വിരുദ്ധമായി വന്നു നിൽക്കുകയാണ്, മുഖാമുഖം നിൽക്കുകയാണ്. അപ്പൊ ചോദ്യകർത്താവ് പറഞ്ഞു, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് അക്ബർ സാഹിബ് ഇത്രയും നേരം കൊണ്ട് ഇവിടെ സ്ഥാപിച്ചത് എന്ന് ചോദ്യകർത്താവ്. ഞാൻ പറഞ്ഞത് ഏതോ ഒരു ക്രിസ്ത്യാനി പറഞ്ഞ കാര്യമൊന്നുമില്ല. ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് അള്ളാഹു പറഞ്ഞതാണ്, നിങ്ങൾ മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ജൂതനാകട്ടെ, സാവിയാകട്ടെ, ആരാകട്ടെ, ഈ അന്ന് നിലവിലുള്ള മതങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ആരാകട്ടെ,
ദൈവത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും നല്ല കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ നടത്തി നിങ്ങൾ പറയുമ്പോൾ മറ്റൊരാൾക്ക് ഇപ്പം തന്നെ അവതാരകൻ പറഞ്ഞു നിരീശ്വരവാദികൾക്ക് ഒരാളെ തെറ്റു ഒരാളെ ശരി. നിങ്ങൾക്ക് ഈ മുസ്ലിങ്ങളെ നമ്മൾക്കുണ്ട്. ഇന്നലെ മൗലൂദ് കഴിച്ച ശരി അവർക്ക് തെറ്റുള്ളവരുണ്ട്. അതവിടെ ആ വിഷയം മാറ്റി നിർത്തുക. ഞാൻ പറയുന്നത് ഏതോ ക്രിസ്ത്യാനിൻ്റെ അച്ഛൻ പറഞ്ഞതൊന്നുമല്ല, അള്ളാഹു ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല, ഏത് മതക്കാരനായാലും ദൈവത്തിൽ വിശ്വസിക്കണം, അന്ത്യദിനത്തിൽ വിശ്വസിക്കണം, നല്ല കർമ്മങ്ങൾ ചെയ്യണം. നല്ല കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യാഖ്യാനിക്കുക മാത്രം മനകർമ്മങ്ങളാണെന്നാണോ? അതല്ലാതെ ശരി. അള്ളാഹ് പറഞ്ഞത് എന്താണ്? അതിൻ്റെ മറുപടി കിട്ടാത്ത മാത്രമല്ല, ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടെന്ന് ആക്കി തീർക്കുകയും ചെയ്തു. ഇവിടെ എല്ലാ ഏത് മതം പ്രശ്നമില്ലെന്ന് പറയുകയും ചെയ്യുക, ഇസ്ലാം മാത്രം ശരി മറ്റൊരുത്തിൽ പറയും. ചോദ്യം നല്ല കിണ്ണം കാഴ്ച ചോദ്യമായിരുന്നു. എന്തായാലും ഇവിടെയാണ് പെട്ടല്ലോ പഠിച്ചോനെ എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ വസ്തുത എന്താണ്? അക്ബർ സാഹിബ് പിന്നെ നിന്നിട്ട് പഴയ ഉത്തരം തന്നെ പാടുകയാണ് കേട്ടോ. അത് വേറെ കാര്യം. അദ്ദേഹം പഴയ ഉത്തരം തന്നെ വിശദീകരിക്കുകയാണ്. പക്ഷെ വസ്തുത എന്താണ്? വസ്തുത എന്താണെന്ന് ലളിതമായിട്ട് പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. വളരെ ലളിതമാണ് കാര്യം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നതിന് ശേഷം മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ അറബികളായ ഏതാനും ചില ഗോത്രങ്ങളുമായിട്ടുള്ള സഖ്യം, അതിലൂടെ ഇങ്ങോട്ട് വരുമ്പോൾ മുഹമ്മദ് മുന്നിൽ കണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രബോധിതർ, അദ്ദേഹത്തിന്റെ ആശയത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി തന്റെ മതത്തിലേക്ക് ഉൾച്ചേർക്കാൻ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് മദീനയ്ക്ക് ചുറ്റും താമസിച്ചിരുന്ന പ്രബലരായ ജൂതഗോത്രങ്ങളെ. ആ ജൂതഗോത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസങ്ങളെ, അവരുടെ സെന്റിമെന്റ്സിനെ ഒക്കെ പൂർണ്ണമായിട്ട് നമ്മുടെ നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ നിന്ന് ശെങ്കോൽ കൊണ്ടുപോയി പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് കൊണ്ടുപോയതിന് സമാനമായ രാഷ്ട്രീയ നാടകങ്ങളുടെ തുടർച്ചയായിട്ടാണ് മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തുന്നത്. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തുമ്പോൾ അതിൽ പറയുമ്പോൾ അവിടെ നിന്നാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ തീരുമാനമായതിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ജൂതന്മാരുടെ ജെറുസലേമിലേക്ക് രാത്രിയാത്ര നടത്തുന്നതും അവിടെ നിന്ന് ആകാശയാത്ര നടത്തുന്നതും അവിടെ നിന്ന് നമസ്കാരം എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ ആരാധനയുടെ ഭാഗമായ നമസ്കാരം അത് 50 വഖത്തായിട്ട് വരുന്നതും വഴിയിൽ വെച്ച് മൂസാ നബിയെ കാണുന്നതും. മൂസാ നബി ആരാ മൂസാ നബി? മൂസാ നബി മുഹമ്മദ് നബിയെ കാണുന്നതും മൂസാ നബി മുഹമ്മദ് നബിക്ക് വേണ്ടി മുഹമ്മദ് നബിയെ സഹായിക്കുന്നതും മുഹമ്മദ് നബിക്ക് വേണ്ടി ഉപദേശം നൽകുന്നതും മൂസാ നബിയുടെ നിർദ്ദേശപ്രകാരം ആകാശത്ത് പോകുന്നതും തിരിച്ചു വരുന്നതും, അങ്ങനെ 50 വഖത്ത് നമസ്കാരം എന്ന് പറയുന്നത് 9 തവണ നടന്ന് 5 വഖത്തായി മൂസാ നബിയുടെ സഹായവും സ്വീകരിച്ച് ബൈത്തുൽ മുഖദ്ദസിലൂടെ തിരിച്ച് എവിടെ വരികയാണ്? മക്കയിൽ വരികയാണ്. അവിടെ നിന്ന് ഈ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരം ബൈത്തുൽ മുഖദ്ദസിലേക്ക് എന്ന് പറഞ്ഞാൽ ജെറുസലേമിലേക്ക്, ജൂതന്മാരുടെ പുണ്യസ്ഥലമായ ഇസ്രായേലിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന നമസ്കാരം മുഹമ്മദ് തുടങ്ങാണ്. ഇതും കഴിഞ്ഞിട്ടാണ് മദീനയിലെ ജൂതന്മാരെ അപ്രോച്ച് ചെയ്യുന്നത്. നിങ്ങളുടെ പുരാണത്തിൽ നിങ്ങൾ വിശ്വാസമനുസരിച്ച് വരാനിരിക്കുന്ന മിശിഹ അല്ലെങ്കിൽ വരാനിരിക്കുന്ന പ്രവാചകനാണ് ഞാൻ എന്ന അവകാശവാദവുമായി ചെല്ലുന്നു. ജൂതന്മാരുടെ മൂസായുമായിട്ടുള്ള കണക്ഷൻ, ബൈത്തുൽ മുഖദ്ദസുമായിട്ടുള്ള കണക്ഷൻ, ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ കാത്തിരിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ എന്ന് പറയുന്ന നാടകം കളിക്കുകയായിരുന്നു മുഹമ്മദ്. ഈ നാടകത്തിന്റെ ഭാഗമായി ചെന്നിട്ട് അവിടെയുള്ള ജൂതന്മാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പലവിധ പരിപാടികളും മുഹമ്മദ് ആസൂത്രണം ചെയ്തു. അതിന്റെ ഭാഗമായി മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് ജൂതഗോത്രങ്ങളിലെ പല പ്രമുഖരുമായിട്ടും അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ നരകത്തിലായിരിക്കും എന്ന ഒരു ഖുർആൻ വചനം, ഈ മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ നരകത്തിലായിരിക്കും എന്ന ഖുർആൻ വചനം അല്ലെങ്കിൽ അത്തരം ഒരു അധ്യാപനം ഇദ്ദേഹത്തെ വിഷമിപ്പിച്ചു. അത് മുഹമ്മദ് നബി അടുത്ത് പരാതി പറഞ്ഞു. അപ്പം അവിടുത്തെ ജൂത പുരോഹിതന്മാരെയൊക്കെ ആയിട്ട് നല്ല സൗഹൃദം ഉണ്ടായതുകൊണ്ട് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ചെറിയ തമാശയാണ് സൂത്രേ. എപ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തി ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന കാലത്ത്, ജൂതന്മാരുമായിട്ട് ഫൈറ്റ് തുടങ്ങുന്നതിന് മുൻപ്. ജൂതന്മാരുമായിട്ട് ഫൈറ്റ് തുടങ്ങിയപ്പോഴോ ജൂതന്മാർ മുഹമ്മദ് അവർ പ്രതീക്ഷിക്കുന്ന പ്രവാചകനാണോ എന്ന് പരീക്ഷിക്കാൻ പലതും ചെയ്തു. അല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടു. അവർ മുഹമ്മദിന്റെ പ്രവാചകത്വം അംഗീകരിച്ചില്ല. അപ്പം മുഹമ്മദിന്റെ ജൂതന്മാരുമായിട്ടുള്ള
ആ ഒരു തന്ത്രം നടക്കൂല എന്ന് മനസ്സിലായി അവരോട് ശത്രുത പ്രഖ്യാപിച്ചു. പിന്നെ അവരോട് കാണിച്ച ക്രൂരത ചരിത്രത്തിന്റെ ഭാഗമാണ്, ഇസ്ലാമിക ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ണില്ലാത്ത ക്രൂരതയാണ് അവിടുത്തെ പ്രബല ജൂതഗോത്രങ്ങളോട് ചെയ്തത്. മനു ഖുറൈളയൊക്കെ അതിലേറ്റവും കറുത്ത അധ്യായങ്ങളിൽ പെടും. ജൂതന്മാരോട് തെറ്റി ആദ്യം ചെയ്ത പണി ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചത് മതി, നമുക്ക് കിബിലേക്ക് കഅബക്കിനെ തിരിഞ്ഞ് നിസ്കരിക്കാം. മക്കയിലെ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. അതിനുശേഷം അവരോട് യുദ്ധം പ്രഖ്യാപിച്ചു. അവരവിടുന്ന് ആട്ടിപ്പായിച്ചു. ആട്ടിപ്പായിച്ചടത്ത് പോയിട്ട് അവരെ വീണ്ടും അവിടുന്ന് തുരത്തി. ഇവിടെ ബാക്കിയുണ്ടായിരുന്നവരെ കൂട്ടക്കൊല ചെയ്തു. ഒരു വിഭാഗത്തിന്റെ സമ്പത്ത് മുഴുവൻ പിടിച്ചെടുത്തു. അവരെ നാട് കടത്തി. ഇല്ലേ, ഇതല്ലേ ചരിത്രം. ആ കാലഘട്ടത്തിൽ മദീനയിൽ ചെന്ന് വേരുറപ്പിക്കുന്നതിന് മുൻപ് ചുറ്റുള്ള ആൾക്കാരെയൊക്കെ നോക്കി പറഞ്ഞ ഒരു തമാശയാണ്. ചോദ്യകർത്താവ് അത് മനസ്സിലാക്കണം. എന്നാൽ ഇസ്ലാം ശക്തി പ്രാപിച്ചതിന് ശേഷം ലക്കും ദീനുക്കും വലിയ ദീനും ഇല്ല, ലാ ഇക്റാഹ ഫിദ്ദീനും ഇല്ല, ഈ പറഞ്ഞ 262 ഇല്ല. ആകെയുള്ളത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാമാണ്. പിന്നെയുള്ളത് ഇസ്ലാമിനെ മതമായി അംഗീകരിക്കാത്തവരോട് ഞങ്ങൾ നിതാന്ത ശത്രുതയിലായിരിക്കുമെന്ന ഇബ്രാഹിമിന്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ദൈവനിഷേധികളോട്, സത്യനിഷേധികളോട്, മുസ്ലിം വിരുദ്ധരോട് നിങ്ങൾ രൂക്ഷത പുലർത്തണമെന്നാണ്, പരുഷമായിട്ട് പെരുമാറണമെന്നാണ്. അള്ളാഹുവിന് വേണ്ടി ദീനാകുന്നത് വരെ, ദീൻ അള്ളാഹുവിൻ്റെതാകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നാണ്. പിന്നെ എന്ത് സഹാബി, എന്ത് ജൂതൻ, എന്ത് ക്രിസ്ത്യൻ, പാങ്ങില്ലാത്ത കാലത്ത് പറഞ്ഞ തമാശയാണ്. ചോദ്യകർത്താവെ അത് മനസ്സിലാക്കണം. അക്ബർ സാഹിബ് പറഞ്ഞതാണ് ശരി. ജൂതനായിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ബഹുദൈവ വിശ്വാസി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഷഹാദത്ത് കലിമ ചൊല്ലണം. അല്ലാണ്ട് എന്ത് സൽക്കർമ്മം, അല്ലാണ്ട് എന്ത് ദൈവവിശ്വാസം. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം മാത്രമാണ് എന്നുകൂടി സാഹിബ് പറഞ്ഞു വെക്കും. അത് നമുക്കൊന്ന് ഓടിച്ച് കേൾക്കാം. പരിശുദ്ധ ഖുർആനിൽ എല്ലാ മതവും സത്യമാണെന്ന് പറയുകയും ചെയ്യുക, മറുവശത്ത് ഇസ്ലാം മാത്രമാണ് സത്യമെന്ന് പറയുകയും ചെയ്യുക എന്ന് ഞാൻ പറയുമ്പോൾ ഖുർആനിൽ വൈരുദ്ധ്യം ആരോപിക്കുകയാണ്. സത്യത്തിൽ ഖുർആൻ തന്നെ പറയുന്നതാണ് ഏത് മതക്കാരനായാലും മതിയെന്ന്. ഖുർആൻ പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു, വളരെ കൃത്യമായി പറഞ്ഞു എന്നാണ് എൻ്റെ ധാരണ. അതെന്താണ്? ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും അവന് ഇഷ്ടമുള്ളതുപോലെ വിശ്വസിക്കാന്നല്ല പറഞ്ഞത്, അള്ളാഹുവിൽ വിശ്വസിക്കണം. ആണോ? അവൻ ജനിച്ചു വീണതോ ജീവിച്ചതോ ഏത് മതത്തിലായിക്കോട്ടെ അള്ളാഹുവിൽ വിശ്വസിക്കണം. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ? അങ്ങനെ തന്നെയാണ്. ബാക്കി അള്ളാഹുവിൽ എന്ന് പറയുമ്പോൾ സത്യസായി ബാബ ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ആ സത്യസായി ബാബയിൽ വിശ്വസിച്ചാൽ മതിയോ? അതേപോലെ തന്നെ മറ്റ് വ്യത്യസ്തങ്ങളായ ദൈവങ്ങൾ, നമ്മൾ തീർച്ചയായും വ്യത്യസ്ത വിഭാഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ കൂട്ടരുടെയും ദൈവ സങ്കല്പങ്ങളെ ഞാൻ വിശദീകരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ത്രിത്വത്തിൽ വിശ്വസിച്ചാൽ, ത്രിയേകത്വത്തിൽ വിശ്വസിച്ചവൻ കാഫറാണ്, ദൈവനിഷേധി, സത്യനിഷേധിയാണ് എന്ന്. ക്രൈസ്തവർ, ഈ പറയുന്ന ലോകത്തുള്ള ക്രൈസ്തവരെല്ലാം ത്രിയേകത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തുടങ്ങിയ 3 പേർ കൂടിച്ചേർന്നതാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് വിശ്വസിച്ചാൽ മതിയോ? ചോദ്യകർത്താവിനോടാണ് ചോദ്യം. പോരാ, ദൈവത്തിൽ വിശ്വസിക്കുക, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിം ആകുക തന്നെയാണ്. അവൻ ജൂതനായിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, സാബി ആയിക്കോട്ടെ, ആര്യ ആയിക്കോട്ടെ, ദൈവത്തിൽ വിശ്വസിക്കാറ് എന്താ? അള്ളാഹുവിൽ വിശ്വസിക്കുക. അവിടെയാണ് ഖുർആൻ പറയുന്നത് വളരെ കൃത്യമായി. നമ്മളോട് ഖുർആൻ പറഞ്ഞ നിങ്ങൾ ഏത് ആയാലും നിങ്ങൾ ഇഷ്ടം പോലെ ആയിക്കോളൂ, നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിച്ചോളൂ എന്നല്ല, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടു എന്നതല്ല, മറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്താണ് അതാണ് പരിഗണിക്കപ്പെടുക. ആ വിശ്വാസം എന്താണ്? അള്ളാഹുവിൽ വിശ്വസിക്കണം. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ എങ്ങനെയുള്ളവനാണോ അങ്ങനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിൽ, ഖുർആനിൽ എങ്ങനെ പറഞ്ഞോ അങ്ങനെ വിശ്വസിക്കണം. മുഹമ്മദ് നബി എങ്ങനെ പറഞ്ഞോ അങ്ങനെ വിശ്വസിക്കണം. നിങ്ങൾ ചന്ദ്രനായാലും ജോസഫ് ആയാലും കുഴപ്പമില്ല, പക്ഷെ ഷഹാദത്ത് കലിമ ചൊല്ലണം. നിങ്ങൾക്കറിയില്ലേ നമ്മളെ GK ഇടത്തനാട്ടുകാരനെ? നിങ്ങൾക്കറിയില്ലേ നമ്മുടെ എന്താ പറയാ ഉണ്ണികൃഷ്ണനെ?
ഇവരൊക്കെ വിശ്വാസികളാണ്. പേരുകൾ നോക്കണ്ട, ജൂതനായിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഷഹാദത്ത് കലിമ ചൊല്ലണം. അതല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആൾ ദൈവങ്ങളുണ്ട്. ആൾ ദൈവങ്ങൾ ദൈവമാണ് എന്നാണ് പറയുന്നത്. അവരിൽ വിശ്വസിച്ചാൽ മതിയോ? പോരാ. ഇതേപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. വിഗ്രഹങ്ങളെ ദൈവമാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. വിഗ്രഹങ്ങൾക്ക് പിന്നിലുള്ള പുണ്യപുരുഷന്മാരെ ദൈവമാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. അങ്ങനെ മതിയോ? ക്രിസ്തു ദൈവമാണെന്ന് കരുതുന്ന ആളുകളുണ്ട്. അത് മതിയോ? ക്രിസ്തുവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ചേർന്നതാണ് ദൈവം എന്ന് കരുതുന്നവരുണ്ട്. അത് മതിയോ? പോരാ. സാഹിബ് സത്യസന്ധമായിട്ട് പറയാണ് ഇസ്ലാം. ചോദ്യകർത്താവ് ഇസ്ലാമിനെ പുട്ടിയടിക്കാൻ വേണ്ടി വന്നതാണ്. ഖുർആനിൽ അങ്ങനെ സർവമത സത്യവാദവും സർവവേദ സത്യവാദവും ഇല്ല. അക്ബർ സാഹിബ് പറഞ്ഞതിനെ പൂർണ്ണമായിട്ട് പിന്താങ്ങുന്നു. സാഹിബ് 25 മിനിറ്റ് വളച്ചു കെട്ടിയിട്ടാണെങ്കിലും അവസാനം നേർക്കുനേർ ഉത്തരം പറയുന്നത് കണ്ടോ? നിങ്ങൾ ആരായിട്ടും കാര്യമില്ല, ഷഹാദത്ത് കലിമ ചൊല്ലണം. അത് കഴിഞ്ഞിട്ടല്ലേ സൽക്കർമ്മൊക്കെ. അപ്പോ യഥാർത്ഥത്തിൽ ഒന്നാമത് അള്ളാഹു പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കണം. അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ പ്രവാചകന്മാർ പഠിപ്പിച്ചതുപോലെ വിശ്വസിക്കണം. ഇത് ക്രിസ്ത്യാനി പറയുന്നതല്ല, വേറെ ആരും പറയുന്നതല്ല, ഞാൻ പറയുന്നതല്ല. ഖുർആനിലും ഹദീസുകളിലും കൃത്യമായി പറയുന്നതാണ്. അതുകൊണ്ട് ഈ ഏടാകൂടത്തിലുള്ള ആയത്തെടുത്തോടുന്ന് ആൾക്കാരുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരുന്നൂടെ സാഹിബേ എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. കാരണം ഈ ചോദ്യത്തെ ഈ ഖുർആൻ വചനങ്ങളുടെ മറ്റു ഖുർആൻ വചനങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള സാധനമാണ്, കൃത്യമായി വിരുദ്ധമാണ്. പക്ഷെ ഖുർആനിന്റെ ആശയം ഈ വചനത്തിന് തന്നെ വിരുദ്ധമാണ്. അതാണ് യഥാർത്ഥ ആശയം. ഇത് പാങ്ങില്ലാത്ത കാലത്ത് അവതരിച്ച ഖുർആൻ വചനമാണ്. മറ്റതാളും പാളും ആയുധവും അധികാരവും വന്നതിന് ശേഷമുള്ള ഇസ്ലാമാണ്. അതാണ് യഥാർത്ഥ ഇസ്ലാം. അപ്പൊ പാങ്ങില്ലാത്ത കാലത്ത് പലതും പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഇപ്പൊ എടുത്തോണ്ട് വരുന്ന എന്തിനാ എന്നാണ് സാഹിബ് ആ നോട്ടത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവികമെന്ന് ഉറപ്പുള്ള മനുഷ്യരുടെ കൈകടത്തലുകൾ നടന്നിട്ടില്ലാത്ത പ്രമാണങ്ങൾ വേണം നമുക്ക്. എന്തിന്? പടച്ചവനെ മനസ്സിലാക്കാൻ, മരണാനന്തര ജീവിതത്തെ മനസ്സിലാക്കാൻ, സൽക്കർമ്മങ്ങൾ മനസ്സിലാക്കാൻ. അതിനാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. അവിടെ ഖുർആൻ പറയുന്നത് സർവമത സത്യവാദമല്ല. അത് ഞാൻ പറഞ്ഞത് ഖുർആൻ വളരെ കൃത്യമായി ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നതല്ല. ഞാൻ അതിനാണ് ജൂതന്മാരുടെ വിശ്വാസത്തെക്കുറിച്ച് സൂചിപ്പിച്ചത്. ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നതല്ല, മറിച്ച് ഒരാളുടെ വിശ്വാസമാണ്, കർമ്മമാണ് അയാളുടെ രക്ഷ നിശ്ചയിക്കുന്നത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ വിശ്വാസം ഏതാകണം? പെർഫെക്റ്റ് ആകണം. അത്രയേ ഉള്ളൂ. ആ പെർഫെക്റ്റ് ആകുന്നതാണോ എന്ന് എങ്ങനെ മനസ്സിലാകും? ദൈവികമാണോ എന്ന് പരിശോധിക്കണം. അത്രയേ ഉള്ളൂ. അതാണ് ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള വീക്ഷണം. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അതാണ്. അതല്ലാതെ ഖുർആൻ എന്റെ സുഹൃത്ത് ധരിച്ചതുപോലെ ആ സർവമത സത്യവാദമല്ല പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും അക്ബർ സാഹിബ് ഈ പറഞ്ഞതാണ് ശരി. ഖുർആൻ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാ മതങ്ങളും ശരിയാണ്, എല്ലാത്തിനും നന്മയുണ്ട്, എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യാൻ പറ്റും, എല്ലാ നന്മകൾക്കും പ്രതിഫലം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മതമേ അല്ല. അത് ഞാൻ പറഞ്ഞതുപോലെ 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യർ ആ കാലഘട്ടത്തിൽ ഒരു ഗോത്ര നേതാവിന്റെ ആശയമായി പുറത്തു വന്നതും അത് ദൈവം പറഞ്ഞയച്ചതാണെന്ന് അക്ബർ സാഹിബ് പറയും. ഫലത്തിൽ 6-ാം നൂറ്റാണ്ടിലുള്ള ഒരു മനുഷ്യൻ എന്ത് പറഞ്ഞോ അത് നന്മയായും, എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അത് തിന്മയായും എഴുതി വെക്കപ്പെട്ട ആ ഗോത്രത്തിലെ മനുഷ്യരെ മാത്രം മനുഷ്യരായിട്ട് കാണുകയും ആ ഗോത്ര മതത്തിലേക്ക് ചേർന്നവരെ മാത്രം മോക്ഷത്തിന് വേണ്ടി പരിഗണിക്കുകയും അവരുടെ സൽക്കർമ്മങ്ങൾക്ക് മാത്രം പ്രതിഫലം നിശ്ചയിക്കുകയും ആ ഗോത്രത്തിന്റെ ഈ ഗോത്രകാല നിയമത്തെ ഏറ്റവും മഹത്തരമായ നിയമമാണ് എന്ന് അംഗീകരിക്കാത്തതിന്റെ പേരിൽ മാത്രം മനുഷ്യരുടെ സൽക്കർമ്മങ്ങൾ വിഫലമാക്കി കളയുകയും അവരെ കാലാകാലം നരകത്തിലിട്ട് പൊരിക്കുകയും ചെയ്യുന്ന ഒരു ഗോത്ര മനുഷ്യന്റെ മനോവൈകൃതമാണ് ഇസ്ലാം. അതിന്റെ ലിഖിത രൂപമാണ് ഖുർആൻ. ആ ഖുർആനിൽ അതിന്റെ ആരംഭഘട്ടത്തിൽ പാങ്ങില്ലാത്ത കാലത്ത് എഴുതി വെച്ച ഏതെങ്കിലും ഒരു വചനം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൽ സർവമത സത്യവാദമുണ്ട് എന്ന് വാദിക്കുന്നവരോളം ഗതികേടിലായ മറ്റാരാണുള്ളത് എന്ന് ചോദ്യകർത്താവിന്റെ ആശയം പേറുന്നവരും നന്നായിട്ട് മനസ്സിരുത്തി ആലോചിക്കാം. ഖുർആനുള്ള ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അക്ബർ സാഹിബ് പറഞ്ഞ ഇസ്ലാമാണ്. ആ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മാനവിക വിരുദ്ധമാണ്. അത് 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര നിയമങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ സങ്കുചിതമായ, മാനവിക വിരുദ്ധമായ
തികഞ്ഞ വർഗീയത പേറുന്ന ഒരു ഗോത്ര സംഹിതയാണ്. ഇത് മനസ്സിലാക്കുക. അക്ബർ സാഹിബിന്റെ പിന്നാലെ ചോദ്യം പിടിച്ച് വെറുതെ 10-25 മിനിറ്റ് അദ്ദേഹത്തിന് ഇടങ്ങാറാക്കരുത് എന്നാണ് ചോദ്യകർത്താവിനോട് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. ശബ്ദമൊക്കെ ശരിയായി വരുന്നേ ഉള്ളൂ, എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. തുടർന്ന് മറ്റു വിഷയങ്ങളുണ്ട്. നാളെ നമ്മളെ നൗഷാദ് ഹസനിയുടെ കത്തി നിൽക്കുന്ന വിവാദം, ഇത് നമ്മൾ ഏകദേശം ഒരു 10 മാസം മുൻപ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നൗഷാദ് ഹസനിയെ വിമർശിച്ച സമയത്ത് ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആശാൻ അടുപ്പിലുമാവാം എന്നാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിൻ്റെ ടൈറ്റില് മുഹമ്മദ് നബിക്ക് പ്രത്യേക ശരീഅത്ത് എന്നൊരു സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടിലും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ അന്നത്തെ കിട്ടും. എന്തായാലും അതിൻ്റെ വിശദമായ വീഡിയോ ഇപ്പോൾ നൗഷാദ് ഹസനിയെ എന്തോ മോശക്കാരനെ ചിത്രീകരിച്ചുകൊണ്ട് മുഹമ്മദ് നബി അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല, ഞങ്ങളെ നബി അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ വന്നിട്ടുണ്ട്. അതൊക്കെ കൂടി പരിഗണിച്ച് നമുക്ക് നാളെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും വളരെ സമയം വൈകിയത് കൊണ്ട് മാത്രം മറ്റു കമൻറ്റുകളിലേക്കൊന്നും ഇരിക്കുന്നില്ല. നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവരോടും ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. നന്ദി.